നമ്മുടെ പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട ഇനമായ ദേവർഷാൽ ഉസ്താദിൻ്റെ പ്രസംഗത്തിന് മുമ്പ് നമ്മളേറെ സ്നേഹിക്കുന്ന ആദരണീയരായ കലർക്കൽ തങ്ങൾ നമുക്ക് നസീഹത്ത് നൽകുന്നു. സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി. അമ്മാ ബഅദു ഫഊസികും വനഫ്സി അവ്വലൻ ബിത്തഖ്വല്ലാഹ്. വന്യരായ ദേവർഷാൽ ഉസ്താദ് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ മഹത്തായ സദസ്സിൽ നമ്മൾ കാംക്ഷിക്കുന്നത് വന്യരായ ദേവർഷാൽ ഉസ്താദ് അവറുകളുടെ നസീഹത്താണ്. അള്ളാഹു വന്യരായ ഉസ്താദ് അവറുകൾക്ക് നല്ല ഹിമ്മത്തുള്ള, റാഹത്തുള്ള, സന്തോഷമുള്ള, ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ധാരാളം ആളുകളിലേക്ക് വിശുദ്ധമായ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം എത്തിക്കാനും കൈമാറാനും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഉസ്താദിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് നിങ്ങളുടെ സമപരീക്ഷിക്കാൻ വേണ്ടി കുറേ പ്രഭാഷണം നടത്തി നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഈ മഹത്തായ സദസ്സ് SSFൻ്റെ ജില്ലാ സാഹിത്യോത്സവിൻ്റെ സദസ്സാണ്. നമ്മുടെ വിദ്യാർത്ഥികളിലുള്ള കഴിവുകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ദഅവാരംഗങ്ങളിൽ സജീവമാക്കുക എന്ന ലക്ഷ്യമാണ് കാര്യമായിട്ട് സുന്നി വിദ്യാർത്ഥി സംഘടന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ധാരാളം പ്രഭാഷകരെയും എഴുത്തുകാരെയും ധാരാളം ദാഴികളെയും ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ സൃഷ്ടികളായി സമൂഹത്തിന് സമർപ്പിക്കാൻ നമ്മുടെ ഈ മഹത്തായ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് സത്യാവസ്ഥയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനിയും ധാരാളം ദാഴികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വാർത്തെടുക്കാൻ, വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരൊക്കെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മമായി സ്വീകരിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി, അവിടുത്തെ റിളാ, അവിടുത്തെ തിരനോട്ടം ജീവിതത്തിൽ ഉടനീളം ലഭിക്കാൻ കാരണമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ കാരണമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സദസ്സിന്, പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SYSൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റും നീലഗിരി പാടന്തര മർക്കസിൻ്റെ സർവസ്വവുമായ ദേവർഷാൽ ഉസ്താദിനെ പരിചയപ്പെടുത്തേണ്ടതില്ല. മിക്കവാറും വർഷങ്ങളിൽ ആയിരക്കണക്കിന് യുവതീയുവാക്കളുടെ മംഗല്യ സൗഭാഗ്യത്തിന് നേതൃത്വം നൽകുകയും അത്തരം കാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രതീകമായിട്ട് നിൽക്കുന്ന ഉസ്താദിന് തമിഴ്നാട് ഗവൺമെൻറ് ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ട്. ഡോക്ടർ അബ്ദുസലാം ദേവർഷോല എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഉസ്താദ് ഈ വിഷയത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങളോടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله. خذ بيدي قلت حيلتي أدركني يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. അഭിവന്ദരായ മലപ്പുറം ജില്ലയിലെ പ്രസ്ഥാന കുടുംബത്തിലെ നേതൃത്വവും ധാരാളം ആലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന മുദരിസും ബഹുമാനപ്പെട്ട ശൈഖുന റഈസുൽ ഉലമയുടെ ഖൽബിലെ പ്രധാനിയുമായ കല്ലറക്കൽ തങ്ങൾ ഉസ്താദ്, എൻ്റെ ആത്മസുഹൃത്ത് ബഹുവന്ദരായ അഷ്റഫ് സഖാഫി ഉസ്താദ്, എരുവാട്ടി സഖാഫി അവറുകൾ, മറ്റു ഉസ്താദുമാർ, സംഘടനാ കുടുംബത്തിലെ അരിസാഹിബടക്കമുള്ള സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഖൈറിൻ്റെ അഖിലുകാരിൽ പെടുത്തുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മറ്റുള്ളവർക്ക് ഭാരമാകും വിധത്തിലുള്ള കിടപ്പുകളിൽ നിന്ന്, അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത്, തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ SSFൻ്റെ മക്കൾ സംഘടിപ്പിച്ച ഒരു മജ്ലിസാണിത്. SSFൻ്റെ കുട്ടികൾക്ക് അർശിൻ്റെ തണലുണ്ട് എന്ന് മഹാനായ വടകരൂപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ധാരാളം അർത്ഥങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. SSFൻ്റെ മക്കളെ അല്ലാഹു തആല കുടുക്കില്ലെന്ന് പറഞ്ഞ, SSFൻ്റെ കുട്ടികൾ കുടുങ്ങില്ലെന്ന് പറഞ്ഞ ഒരുപാട് ഉസ്താദുമാരെ കേട്ടിട്ടുണ്ട്, മഹാന്മാരെ കണ്ടിട്ടുണ്ട്. ആ വലിയ ബറക്കത്തുള്ള പ്രസ്ഥാനം നീണ്ട 50 കൊല്ലം പിന്നിടുമ്പോൾ, അല്ലെങ്കിൽ 50 കൊല്ലത്തിന് ശേഷം അതിൻ്റെ അവസ്ഥകൾ നമുക്കറിയുന്നതാണ്. ആ പ്രസ്ഥാനം എല്ലാ മുക്കുമൂലകളും ഒരു സമയത്ത് കേരളക്കരയിലായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും 26ഓളം സംസ്ഥാനങ്ങളിൽ സാഹിത്യോത്സവം എന്ന പേരിൽ നമ്മുടെ പൊന്നുമക്കൾ, കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ മാത്രം യുവാക്കളെ 4 ലക്ഷത്തിലേറെ കുട്ടികളെയാണ് ഈ പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔലിയാക്കളുടെ മഹത്തുക്കളുടെ മദഹുകൾ നമ്മുടെ മക്കളെ കൊണ്ട് വേറെ എന്തൊക്കെയോ ആവേണ്ടുന്ന ഒരു സമയം, കോവിഡ് കാലത്തിന് ശേഷമുള്ള സ്ഥിതിഗതികൾ പാനൂർ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയേണ്ടതില്ല. വേറെ ഒരവസ്ഥയിലാണ്. ആരെയും വിലവെക്കാത്ത ഒരു കാലം. അല്ലെങ്കിൽ ഉമ്മയോടുള്ള മഹബത്ത്, വാപ്പയോടുള്ള മഹബത്ത്, അതെല്ലാം വേറെ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായ അഭിപ്രായങ്ങൾ കൂടിവരുന്നു. 22, 23, 24 വയസ്സുള്ള പെൺകുട്ടികൾ വരെ, ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ പഠിക്കുകയാണ്, എനിക്ക് കുറേ ചിന്തകൾ വേറെയുണ്ട്, ബാപ്പയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്ന ഒരവസ്ഥ. കോവിഡ് കാലത്തിന് മുമ്പ് അങ്ങനെ ഒന്ന് നമ്മുടെ പെൺകുട്ടികൾ എന്ന് കേൾക്കാറുണ്ടോ? ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ലക്ഷക്കണക്കായ പൊന്നുമക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അല്ലെങ്കിൽ അവിടത്തെക്കുറിച്ചുള്ള മദഹുകളും മഹബത്തിൻ്റെ ഈരടികളും SSF എന്ന ഈ വലിയ പ്രസ്ഥാനം ഈ പൊന്നുമക്കളുടെ നാവുകളിലൂടെ അതിന് അവസരങ്ങൾ നൽകുന്നു, ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ സാഹചര്യമാണ് പിതാക്കളെ കുട്ടികളെ നന്നാക്കുന്നതും വെടക്കാക്കുന്നതുമൊക്കെ. ഈ പ്രസ്ഥാനം നമ്മുടെ മക്കൾക്ക്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലെ ഉമ്മപെങ്ങന്മാരോട്, പ്രായം ചെന്ന കാരവന്മാരോട്, എൻ്റെ പ്രായക്കാരായ സഹോദരങ്ങൾ, നമ്മളൊക്കെ രക്ഷിതാക്കളാണ്, നമ്മളൊക്കെ പല മക്കളുടെയും ഉപ്പയാണ്. നമ്മുടെ മക്കൾ അതാണ് നമ്മുടെ സമ്പത്ത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ഒരു ഓട്ടപ്പറച്ചിൽ എന്ന നിലക്ക് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിർത്തും. നമ്മുടെ സമ്പത്ത് നമ്മുടെ കുട്ടികളാണ്. ഇന്നുള്ളവരെ നാളെ കാണുന്നില്ല. ഇതുപോലെ വഅദിൻ്റെ വേദിയിൽ വന്ന് വഅദ് പറയേണ്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ അഹ്ലുസുന്നയുടെ മക്കൾക്ക് പ്രത്യേകിച്ചും മറക്കാൻ കഴിയാത്ത ബഹുവന്യരായ പഴശ്ശി ഉസ്താദ്, അള്ളാഹുവേ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. പഴശ്ശി ഉസ്താദ് ഇന്ന് ഖബറിലാണ് കിടക്കുന്നത്. അതുപോലെ റസാഖ് കൊറ്റി, മറക്കാൻ കഴിയോ? വലിയ വലിയ ദീനിൻ്റെ ഖാദിമീങ്ങൾ, അവർ നല്ല മുവഫഖീങ്ങളാണ്. ഓ ഖാലിദ് സാഹിബ്, മറക്കാൻ പറ്റുമോ യുവാക്കളെ നമുക്ക്? അങ്ങനെ കുറേ ആളുകൾ, മഹാന്മാരായ വലിയ വലിയ ഉസ്താദുമാർ, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, സാധുക്കളാണ് നമ്മൾ. നാളെ നമ്മെക്കുറിച്ച് ഈ വാക്കുകൾ പറയുന്നൊരു ചുറ്റുപാട് എന്തായിരിക്കും സ്ഥിതി? കാണാൻ കേൾക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കോവിഡ് കാലത്ത് സ്വന്തം വാപ്പയെ പള്ളിപ്പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട മക്കളെ കണ്ടു നമ്മൾ. കണ്ണൂരിലെ മക്കൾക്കും കാണാൻ കഴിഞ്ഞു. ഉപ്പാനെ വലിച്ചെറിയുമ്പോൾ, ഉമ്മയെ വലിച്ചെറിയുമ്പോൾ, സ്വന്തം മക്കൾ വിട്ടുനിന്ന് നോക്കി നിൽക്കുമ്പോൾ അന്ന് SYSന്റെ സാന്ത്വനത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇറങ്ങിത്തിരിച്ച് ആ പാവങ്ങളെ ഖബറിലേക്ക് എടുത്തു വെക്കുന്ന സമയം ചില പാഠങ്ങൾ അതിലുണ്ടായിരുന്നു. സ്വന്തം കുട്ടികൾ അകലെ നിൽക്കുന്ന സമയം പ്രസ്ഥാന കുടുംബത്തിലെ പ്രവർത്തകർ ഈ പാവപ്പെട്ട മനുഷ്യനെ ഖബറിലേക്ക് എടുത്തു വെക്കുകയാണ്. അന്ന് ചില പാഠങ്ങൾ പക്ഷേ നമ്മൾ മറന്നുപോയി. കോവിഡ് തന്നെ മറന്നുപോയോ എന്ന് എൻ്റെ പിതാക്കളെ നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ചൂരൽമലയിൽ, വയനാട് ജില്ലയിലെ, പറയാൻ വേദനിക്കുന്ന മനസ്സുകളാണ് ഇവിടെ. വിഷമമാണ്. ഒരു നാട് തന്നെ പോയി എന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യയും മക്കളും ഉമ്മയും ഉപ്പയും അവരെ ഒരു നോക്ക് ദുനിയാവിൽ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞ് കരയുന്നവരെ കണ്ടു. ഒരു നോക്ക് കാണാൻ അവന് മണ്ണെണ്ണടിയിൽ പെട്ടു. എവിടെയാണെന്നറിയില്ല, പിടുത്തമില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. ഒരു മനുഷ്യൻ്റെ വേദനിക്കുന്ന വാക്കുകൾ. ദുനിയാവിൽ വെച്ച കുട്ടികളെ, എൻ്റെ മക്കളെ, എൻ്റെ പൊന്നുമ്മയുടെ മുഖം ഒരു നോക്കാൻ കഴിയോ? സാധിക്കോ? കൽബടക്കി വെച്ചുള്ള വാക്കുകളാണ്. പകുതി കിട്ടി, എൻ്റെ ഉമ്മയുടെ പകുതി കിട്ടി എന്ന് പറയുന്ന ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എൻ്റെ ഉമ്മയുടെ പകുതി കിട്ടി എന്ന് പറയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സ്ഥിതിഗതികൾ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ധാരാളം ആളുകൾ ഇപ്പോഴും 100-400 വരുന്ന ആളുകളെ കാണേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ എളുപ്പമാണ് പറയാൻ, പക്ഷേ അത് നമ്മളിലേക്കൊന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. നമ്മളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണ് SSFന്റെ മക്കൾ സംഘടിപ്പിച്ച ഈ മഹത്തായ മജ്‌ലിസിൽ നമുക്ക് ചിലത്, നിങ്ങളോട് എന്ന നിലക്കല്ല, ഞാനും ചിന്തിക്കണം. പഴശ്ശി ഉസ്താദും ഞാനുമൊക്കെ ഒരു കാലത്ത് വാഴ്ന്നിറങ്ങിയ സമയമുണ്ട്, കുറേ കാലം മുമ്പ് തന്നെ. ആ പഴശ്ശി ഉസ്താദ് ഇന്ന് പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോൾ ഞാനും ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെയാണ് നിങ്ങളും. നമുക്ക് ഈ ഭൂമി ലോകത്ത് എപ്പോഴും എൻ്റെ പെങ്ങന്മാരെ എന്തും സംഭവിക്കാം, ഏത് സമയത്തും നമ്മുടെ കണ്ണടയാം. പക്ഷേ
പകുതി കിട്ടിയെന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ വാപ്പയുടെ പകുതി കണ്ടു എന്ന് പറയുന്ന ആ ഒരവസ്ഥ നമ്മെക്കുറിച്ച് കേൾക്കുന്ന, അതൊന്ന് ഓർത്താൽ മതി എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അല്ലാഹു തആല ആ പാവങ്ങളൊക്കെ കാക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പള്ളിപ്പറമ്പിലൊരു വെളിച്ചം കിട്ടി മരിക്കാൻ നമുക്ക് കഴിയണം. പള്ളിപ്പറമ്പിലൊരു വെളിച്ചം ഉണ്ടാക്കും വിധത്തിൽ നമുക്ക് മരിക്കാൻ കഴിയണം. ലാ നദ്മഉ ബഅദഹാ അബദാ, ഒരു കാലത്തും ദാഹിക്കാത്ത വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുട്ടികളിൽ ചില ആളുകൾക്ക് നൽകുമത്രേ. ആ വെള്ളം അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ലാ നദ്മഉ ബഅദഹാ അബദാ, പിന്നെ ആ മക്കൾക്ക് ദാഹിക്കേണ്ടി വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കിട്ടണം, കുടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് വേണ്ടി ഈ കുറഞ്ഞ കാലം, എപ്പോഴും എന്ത് സംഭവിക്കാം, ഈ കുറഞ്ഞ കാലം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് ഒരാളുടെ കുറ്റും കുറവും കാണാതെ, ഒരാളുടെ കുറ്റും കുറവും നോക്കി നടക്കാതെ, പടച്ചവനെ ഈ ഭൂമിയിൽ എന്നെ നീ പടച്ചിട്ട് എനിക്ക് പ്രായപൂർത്തിയെത്തിയത് മുതൽ എത്രമാത്രം തെറ്റ് ചെയ്തവനാണ് ഞാൻ. ഈ പ്രസംഗിക്കുന്നവൻ ചിന്തിക്കേണ്ടവനാണ്, എത്രമാത്രം തെറ്റുകൾ ചെയ്തവനാണ്. മറ്റുള്ളവരെ കുറിച്ച് പരാതികൾ, മറ്റുള്ളവരുടെ കുറ്റം കുറവും കാണുന്നതിന് പകരം പടമക്കാര് പറയും, പടമക്കാരുടെ ദുആയുമുണ്ട്, പടച്ചവനെ ഒരാളെയും വെറുക്കാത്ത, വെറുപ്പിക്കാത്തൊരു കൽബ് നൽകണേ അല്ലാ. അത് വല്ലാത്തൊരു ദുആയായിരുന്നു. ഞാനിവിടെ ആമുഖമായി പറഞ്ഞു വരുന്നത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു മരിക്കണം. ഒന്നും കഴിയൂലേ, നമുക്ക് വേണ്ടി വല്ലാതെ കണ്ണീരൊടുക്കിയ, നമുക്ക് വേണ്ടി ജീവിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് അവിടുത്തെ കൽബിൽ ഒരു വേദന വന്നു പോകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ, ആയിരക്കണക്കായ സ്വഹാബികളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അല്ലയോ ഉമറേ, അല്ലയോ സ്വഹാബികളെ, 2 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾക്കൊക്കെയും അല്ലാഹു തആല ഖാലിഖായ റബ്ബ് ചില പ്രത്യേക ദുആകൾ കൊടുത്തിട്ടുണ്ട്. ആർക്കും കൊടുക്കാത്ത ചില പ്രത്യേക ദുആകൾ. ആ ദുആകളെല്ലാം ചില നിർണായക ഘട്ടങ്ങളിൽ അവരൊക്കെ ദുആ ചെയ്തു പോയി. സ്വഹാബികളെ, മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവരെ വ്യഭിചാരാരോപണം നടത്തിയ സമയമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരാരോപണം നടത്തിയ സന്ദർഭം നോക്കു. ദീനിന്റെ പടയാളികളായ യുവ മനസ്സുകളെ, ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? 2 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളിൽ കടഞ്ഞെടുത്ത, 300-ൽ പരം വരുന്ന മുർസലീങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത, 25-ൽ നിന്നും കടഞ്ഞെടുത്ത 5 പേർ. ആ 5 പേർ ഉരുൽ അസ്ം എന്ന് പറയില്ലേ, ആ 5 പേരിലെ പ്രമുഖരാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരാരോപണം നടത്തിയപ്പോൾ മനസ്സൊന്ന് പതറി. അവിടുന്ന് ഖാലിഖായ റബ്ബിലേക്ക് കൈനീട്ടി ദുആ ചെയ്തു. അല്ലാഹു തആല കൊടുത്ത പ്രത്യേകമായ ദുആ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചില പ്രധാന ഘട്ടങ്ങളിൽ കൈനീട്ടിപ്പോയി. അവിടുന്ന് ദുആ ചെയ്തു. അങ്ങനെ ഉമറേ, എല്ലാ അമ്പിയാക്കളും അല്ലാഹു അവർക്ക് കൊടുത്തുപോയ ദുആകൾ അതാത് ഘട്ടങ്ങളിൽ ചെലവഴിച്ചു. എനിക്കും എൻ്റെ റബ്ബ് പ്രത്യേകമായ ദുആ നൽകിയിട്ടുണ്ട്. ആ ദുആ ഞാനിന്ന് വരെ ചെലവഴിച്ചിട്ടില്ല. മഹാന്മാരായ സ്വഹാബികൾ അമ്പരപ്പിക്കും വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ സ്വഹാബികളെ, എനിക്കും എൻ്റെ റബ്ബ് പ്രത്യേകമായ ഒരു ദുആ നൽകിയിട്ടുണ്ട്. ആ ദുആ ഞാൻ ഇന്ന് വരെ ചെലവഴിച്ചിട്ടില്ല. അത് എൻ്റെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്.
എൻ്റെ കരളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ അവിടുത്തെ എൻ്റെ അരികിലേക്ക് വന്ന സമയം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുപെട്ടി നെരിയാണി വെട്ടി രക്തം ഒഴുകിയ സമയമുണ്ട്. യുവാക്കളെ, ഇന്ന് വരെ ജീവിച്ചിട്ട് ദീനിന് വേണ്ടി ഒരു വിരൽ തുമ്പ് നമുക്ക് വേദനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേദനിപ്പിക്കാൻ റസൂലുള്ള പറഞ്ഞിട്ടുമുണ്ടോ? ഒരിക്കലുമില്ലല്ലോ പിതാക്കളെ. ഒരിക്കലും വിഷമിപ്പിക്കാൻ അത് റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. നമ്മോടങ്ങനെ പറഞ്ഞിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുപെട്ടി നെരിയാണി വെട്ടി രക്തം ഒഴുകുന്ന സമയം അവിടുത്തെ ശരീരത്തിലേക്ക് പലതും വലിച്ചെറിഞ്ഞ ചില ഘട്ടങ്ങളുണ്ട്. തലവെക്കാൻ കഴിയാതെ അവിടുന്ന് സുജൂദിൽ കിടക്കുന്ന സമയം പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടു, ഓടി വന്നു. വാ അബതാ, ഉപ്പ എന്ന് വിളിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണുനീർ അത് നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിയുകയില്ല. ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലിരിക്കുമ്പോൾ റസൂലുള്ള വേറെ വല്ല ചിന്തയിലോ വേറെ വല്ല വിഷയത്തിലോ ആടിയെങ്കിൽ ഞാൻ മെല്ലെ ചെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചവിട്ടിൽ പറയും, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമയുടെ ഉമ്മ എന്ന് കേട്ടാൽ റസൂലുള്ള എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. നബി തങ്ങൾക്ക് ഫാത്തിമ അങ്ങനെയാണ്. ഓ പിതാക്കളെ, ഫാത്തിമ എന്ന് കേട്ടാൽ അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് അങ്ങനെയാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിലേക്ക് വലിച്ചിട്ട പലതും എടുത്തു മാറ്റുന്ന സമയം അത് എന്നെ വിഷമിപ്പിച്ചൊരു സമയമായിരുന്നു. എൻ്റെ പൊന്നുമകളുടെ കണ്ണുനീർ, എൻ്റെ പൊന്നുമകളുടെ ചുവന്ന മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സ് പതറിയ സമയമുണ്ട്. ആ സമയത്തും സ്വഹാബികളെ, എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചില്ല. എൻ്റെ ഭാര്യയായ ബീവി ആയിഷ ബീവിയെ വ്യഭിചാരാരോപണം നടത്തിയ സമയം അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ച സന്ദർഭമായിരുന്നു. അന്നും എനിക്കുള്ള ദുആ ഞാൻ ഒരിക്കലും ഒന്ന് നീട്ടിപ്പോയില്ല ഖാലിഖായ റബ്ബിലേക്ക്. ത്വായിഫിലേക്ക് പോകുന്ന സമയത്ത് കല്ലെടുത്തെറിഞ്ഞു, പല നിലക്കും വേദനിപ്പിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ദുആ എൻ്റെ ഖാലിഖായ റബ്ബിലേക്കൊന്ന് നീട്ടിയിട്ട് ആ ദുആ ഞാൻ നിർവഹിച്ചില്ല. ആ ദുആ, ഓ സ്വഹാബികളെ, ഫഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി, ഫഖദ് ഇഖ്തബഅതു ദഅവതി. ദീനിന്റെ പടയാളികളായ എൻ്റെ കൊച്ചനുജന്മാരായ യുവാക്കളോട് എൻ്റെ അനുജ, ഇത് നമ്മുടെ ഉപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ്. മദീന പള്ളിയിൽ നിന്നുകൊണ്ട് മദീന പള്ളിയിൽ വെച്ച് SSFന്റെ മക്കൾ സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ജ്യേഷ്ഠാനുജ സഹോദരങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകളാണ്. ഫഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി. എനിക്ക് അല്ലാഹു നൽകിയ ദുആ എൻ്റെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ ചില മാറ്റി വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സ്വഹാബത്തിന്റെ മനസ്സ് പതറി ചോദിച്ചു, മതാ അൽഖാ ഇഖ്വാനി, ഞാൻ എൻ്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും? സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അവിടുത്തെ കുട്ടികളല്ലേ, ഞങ്ങളല്ല അവിടുത്തെ മക്കൾ. ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ്, നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ്. വ ഇഖ്വാനി വഫീ റിവായത്തിൽ വ ഔലാദി, ആരാണ് എൻ്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനു ബി വലം യറൗനി, എന്നെ കാണാത്ത ഈമാനിന്റെ വെളിച്ചം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കൾക്ക്. പക്ഷെ അവരെന്നെ കണ്ടിട്ടില്ല, എൻ്റെ കൂടെ നിസ്കരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല, എൻ്റെ വഅദ് കേൾക്കാൻ അവർക്ക് സാഹചര്യം ഒത്തിട്ടില്ല, മദീന പള്ളിയിൽ എൻ്റെ പിന്നിൽ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ മക്കൾ എൻ്റെ വഫാത്തിന് ശേഷം വരുന്ന പൊന്നുമക്കൾ എന്നെ വെറുത്തിട്ട്
ആ മക്കൾ വല്ലതും ചെയ്യോ? മതാ അൽഖാ, ആ മക്കളെ ഞാനന്ന് കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് സഹോദരങ്ങളെ കേൾക്കുന്നത്? അവിടുത്തെ കാലുപെട്ടി നെരിയാണി വെട്ടി രക്തം എടുക്കുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാലിലേക്ക് കല്ലെടുത്തറ അങ്ങയെ വേദനിപ്പിച്ച ആ മനുഷ്യനെ ഒന്ന് കേടായി ദുആ ചെയ്തുകൂടെയോ? യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, അങ്ങയെ വേദനിപ്പിച്ചവർക്ക് ഒന്ന് കേടായി ദുആ ചെയ്തുകൂടെ? അല്ലയോ സ്വഹാബികളെ, എന്നെ കല്ലെടുത്തെറിഞ്ഞ് എൻ്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, എൻ്റെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം കൊടുത്ത് ഹിദായത്തിന്റെ പ്രകാശം നൽകി സ്വർഗത്തിലേക്ക് എൻ്റെ കൂടെ നടക്കുന്നത് കണ്ടാൽ, ആ കുട്ടിയെങ്ങാനും സ്വർഗത്തിലേക്ക് അങ്ങനെ പോകുന്നത് കണ്ടാൽ എൻ്റെ സന്തോഷം എത്രയാണ് സ്വഹാബികളെ! എന്നെ കല്ലെടുത്തെറിഞ്ഞ ആ കുട്ടിക്കെങ്ങാനും എൻ്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച ആ പൊന്നുമകന് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം കൊടുത്ത് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുത്ത് ആ കുട്ടി അങ്ങനെ സ്വർഗത്തിലേക്ക് നടക്കുന്ന കാഴ്ച കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ്! ഇത് പറഞ്ഞ് കണ്ണീരൊടുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ എന്റെ അനുജന്മാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സെങ്ങാനും പാനൂര് പ്രദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, ഞാൻ എന്നോടടക്കമാണ് പറയുന്നത്, അല്ലാഹു നമുക്ക് പലതും നൽകി. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവിടത്തേക്കൊരു വേദന വന്നു പോയാൽ എന്തായിരിക്കും സ്ഥിതി നമ്മുടേതെന്ന് എൻ്റെ അനുജന്മാരെ നെഞ്ചത്ത് കൈവച്ച് നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. വളരെ മലീമസമായ കാലമാണ്. കാലഘട്ടത്തെക്കുറിച്ച് ആക്ഷേപിക്കുകയല്ല, അത് അറിയുന്നവരാണ് നമ്മളൊക്കെ. കാലത്തെക്കുറിച്ച് വിമർശിക്കാൻ അത് പറ്റില്ലെന്ന് അറിയുന്നവരാണ് നമ്മൾ. സംസാര ശൈലി ഞാൻ അങ്ങനെ ഒന്ന് പറയുന്നെന്ന് മാത്രം. ഈ സമയം ഒരു വേള നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്നോടടക്കം ചോദിക്കുന്നു, എപ്പോഴെങ്കിലും നമ്മുടെ വാക്കുകൊണ്ട് വ്യക്തിപരമായി സാധുക്കളാണ്, മഅസൂമിങ്ങളല്ല, വല്ല അപാകതവും നമ്മുടെ അരികിൽ വന്നാൽ ഒന്ന് കരഞ്ഞാൽ, ഒന്ന് കൈനീട്ടിയാൽ അല്ലാഹു തആല തട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുപെട്ടി നെരിയാണിപെട്ടി അവിടുത്തെ കഴുത്തിലേക്ക് പലതും വലിച്ചിട്ടപ്പോഴും, പൊന്നുമകൾ ഉപ്പ എന്ന് വിളിച്ച് കണ്ണീരൊടുക്കിയപ്പോഴും നമുക്ക് വേണ്ടി ദുആ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മനസ്സെങ്ങാനും വേദനിപ്പിക്കുന്ന ഒന്ന് ഇസ്ലാമാകുന്ന സുന്ദര മതത്തിലൂടെ നമ്മൾ ചെയ്തു പോയാൽ എവിടെയാ ലോകം എത്തി നിൽക്കുന്നത്? പരസ്യമായി 8 ലക്ഷം 10 ലക്ഷം മുടക്കിയ അറയാണത്രേ പുതിയാപ്പിളുടെ കൂടെ വരുന്ന കൂട്ടുകാർ തച്ചു പൊളിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ചില വേദനാജനകമായ വാക്കുകളാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ക്ലോസറ്റ് രൂപത്തിലുള്ള പാത്രത്തിൽ പുതിയാപ്പിളയും പുതുപ്പെണ്ണും ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു മതവിശ്വാസികൾ പോലും, ഈമാനിന്റെ വെളിച്ചം കിട്ടാത്ത ആളുകൾ പോലും മൂക്കത്ത് കൈവെക്കുകയാണ്. അവരെ നാണിച്ചുകൊണ്ട് മൂക്കത്ത് കൈവെക്കുകയാണ്. ഈ ഉമ്മത്തിലെ വേദന എത്രയായിരിക്കും? ആര് പറയാൻ? മോനെ എന്ന് വിളിക്കാൻ ഏത് വാപ്പയാണുള്ളത്? ഉമറാക്കളാരാണുള്ളത്? ഏത് രൂപത്തിലാ, ഏതെല്ലാം തരത്തിലാണ്? നഊദു ബില്ലാഹ്, JCBയിലൂടെ പുതിയാപ്പിളയും പുതിപ്പെണ്ണും പോകുന്ന കാഴ്ചകൾ. പുതിയാപ്പിളയുടെ തലയിലേക്ക് കൂട്ടുകാരെന്ന് പറഞ്ഞുകൊണ്ട് പുതിയാപ്പിള തലയിലേക്ക് പാട്ടയിൽ മൂത്രമടിച്ചിട്ട നാണമുണ്ട് സഹോദരങ്ങളെ പറയാൻ. നാണിച്ചിട്ട് കാര്യമില്ലല്ലോ. പാട്ടയിൽ മൂത്രമടിച്ചിട്ട് പുതിയാപ്പിള തലയിൽ കൊടുക്കുന്നത് റസൂലുള്ളാഹിന്റെ ഈ ഉമ്മത്തിലെ മക്കളാണ്, മറ്റു മതവിശ്വാസികളല്ല. ഓർത്തു നോക്കൂ നിങ്ങൾ, നമ്മുടെ ഓരോ ഭാഗങ്ങളിലും. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നീണ്ടുപോകും, ഞാൻ അങ്ങോട്ട് പോവുകയല്ല. പക്ഷേ മറ്റു മതക്കാര് പോലും ഈ ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് തലതാഴ്ത്തുന്ന സമയം അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സങ്ങ് വേദനിച്ചാൽ, എൻ്റെ അനുജാ, നിന്റെ ഒരു ഭാവി ജീവിതത്തിലേക്ക്, മോനെ, നിന്റെ കല്യാണ ദിവസം
കൂട്ടുകെട്ടാണോ? മാ ഖലഖല്ലാഹു ഖൽഖൻ അളറ മിന സ്വാഹിബി സൂ. ചീത്ത കൂട്ടുകെട്ടിനേക്കാൾ വൃത്തികെട്ടൊരു ജീവി ഏതാണ് എന്ന് മഹാന്മാർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് 12 ലക്ഷം രൂപയുടെ അറയാണത്ര തച്ചു പൊളിക്കുന്നത്. 8 ലക്ഷം രൂപയുടെ അറയാണ് തച്ചു പൊളിക്കുന്നത്. ഏത് ഉമ്മത്തിലെ മക്കൾ? റസൂലുള്ള എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ എന്റെ ദുആ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആ ഉമ്മത്തിലെ കുട്ടികൾ അങ്ങനെ കണ്ടുപോയാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിലെ വേദന എത്രയായിരിക്കും? നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ ഒരു ഉസ്താദ്, എനിക്ക് പരിചയമുള്ള ഉസ്താദാണ്, മഞ്ചേരിയിലാണ്. നല്ലൊരു ദീനിന്റെ ഖാദിമാണ്. ആ ഉസ്താദ് എന്നോട് ഒന്ന് പറഞ്ഞ്, എൻ്റെ ഒരു അനുജനെ പോലെ കാണുന്ന വ്യക്തിയാണ്. ഞാൻ ഹിക്കമയിൽ ദർസെടുത്തുന്ന കാലത്ത് വലിയ ബന്ധമുള്ള ഉസ്താദാണ്. 13 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ക്യാൻസറാണ് അത്രയെന്ന് പറഞ്ഞ ഉസ്താദ് കരയുന്നത് കണ്ടു. അല്ലാഹുവേ, ആ പെൺകുട്ടിക്ക് നീ ശിഫ കൊടുക്കണേ അല്ലോ, നീ ശിഫ കൊടുക്കണേ അല്ലോ. ഞാൻ വരുമ്പോൾ തങ്ങൾ ഉസ്താദിനോട് ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ, വേവലാതികൾ പറയുന്നത്, റസൂലുള്ളാന്റെ പൊന്നു മക്കൾ അവരത് അത്യാവശ്യം കേൾക്കുന്നവരാണ്. ഏതെല്ലാം തരത്തിൽ 8 മാസം പ്രായമായ ഒരു കുഞ്ഞ് എന്നോട്, നൗഷാദ് എന്നൊരു സുഹൃത്ത് വിളിച്ചിട്ടവന് 8 മാസമേ ആയിട്ടുള്ളൂ, ആശുപത്രിയിലാണ്, മോള് വല്ലാത്തൊരു വിഷമത്തിലാണ്. ഞാൻ എന്തിനാണിത് പറയുന്നത് ചോദിക്കുമ്പോൾ, സാധുക്കളാണ് നമ്മൾ. പല വിധേന ഏതെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങൾ. ഒരു മനുഷ്യൻ 4-5 മക്കളുണ്ട്, കോടീശ്വരന്മാരാണ്. പക്ഷേ ആ മനുഷ്യന്റെ കണ്ണ് സ്വയം പൊങ്ങുന്നില്ല. ആ കണ്ണിന്റെ സ്വയം തുറക്കാൻ കഴിയൂല. കൈകൊണ്ട് ഇങ്ങനെ പൊക്കണം. ഓപ്പറേഷൻ ചെയ്താൽ റെഡിയാകുമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ കണ്ണടയുന്നേ ഇല്ല. ഒരു മനുഷ്യൻ അല്ലാഹു പിന്തോരം കൊടുത്തിട്ടില്ല. പ്രായം ചെന്ന പിതാക്കൾ ഈ വേദിയിലുണ്ട്. ഞാൻ അവരോടാണ് ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ അല്ലാഹു പിന്തോരം കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യൻ എൻ്റെ ഓർമ്മയിൽ 11 കൊല്ലമായി കിടപ്പിലാണ്. അവസാനം ഒരു മകൻ പറഞ്ഞ വാക്കുണ്ട്, ബാപ്പയോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, വല്ലാത്ത മഹബത്തുള്ള കുട്ടിയാണ്. അവൻ്റെ കരച്ചിൽ കണ്ടു. ആ മനുഷ്യൻ പറയുന്നത്, എൻ്റെ ഉപ്പ മരിക്കലാണ് ഖൈറെങ്കിൽ മരിക്കാൻ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയണോ? പക്ഷേ അവിടെ നിന്ന് പറഞ്ഞത് എല്ലാവരും വെറുക്കാൻ തുടങ്ങി. പുറം പൊട്ടിയൊരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വന്തം എൻ്റെ പെങ്ങന്മാർക്ക് വരെ അടുക്കാൻ, അത് കാണുമ്പോൾ എൻ്റെ കൽബ് പൊട്ടുകയാണ്. ഇങ്ങനെ അങ്ങ് നോക്കൂ നിങ്ങൾ. ഉദാഹരണം ഞാൻ 1-2 ഉദാഹരണമല്ല, വാക്യാത്തുകളാണ് പറയുന്നത്. ആ മനുഷ്യൻ ഇപ്പോൾ കിടപ്പിലാണ്, അല്ലാഹു ശിഫ കൊടുക്കുമാറാവട്ടെ. ഇതുപോലെ ഓരോ അവസ്ഥകൾ, ഓരോ വേദനിക്കുന്ന കഥകൾ, മനസ്സുപൊട്ടി നടക്കുന്ന ജീവികൾ എന്ന് പറയുന്നത് മനഃപൂർവമാണ്. മനസ്സുപൊട്ടിയൊന്ന് മരിച്ചെങ്കിൽ എന്ന് കൊതിച്ചു നടക്കുന്ന ജീവികൾ അഥവാ മനുഷ്യന്മാർ. അവിടെയാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. ചിലപ്പോൾ സാമ്പത്തികമായി പഴയത്ര ലാഭമുണ്ടാവില്ല, പക്ഷേ അല്ലാഹു തആല പട്ടിണി കിടത്തിയിട്ടുണ്ടോ? അല്ലാഹു തആല നമ്മുടെ കുട്ടികൾ ഒരു ഗ്ലാസ് തുള്ളി വെള്ളത്തിന് വേണ്ടി, നിങ്ങൾ ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന് എൻ്റെ അനുജന്മാരെ നിങ്ങൾ വാട്സപ്പിലൂടെ ചെറിയ വീഡിയോ കണ്ടോ? ഒരു മുത്തഅല്ലിം എനിക്ക് കാണിച്ചു തന്നു. മനസ്സ് പതറാൻ എങ്ങോട്ടെങ്കിലും പോകണോ? 4-5 വയസ്സുള്ള ഒരു കുട്ടി ഉമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ആ കുട്ടി ഇങ്ങനെ വാപ്പൊക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണെന്നറിയോ? പെരുന്നാളിന് എല്ലാവരും പായസവും ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ബലിപെരുന്നാളിന് ആ കുട്ടിക്കൊരു ഗ്ലാസ് പായസത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടിയല്ല ആ കുട്ടി വാപ്പൊക്കിയത്. ഒരു തുള്ളി വെള്ളം, പച്ചവെള്ളം, ഉണങ്ങി വരണ്ട ആ നാവിങ്ങനെ തൂക്കിട്ടുകൊണ്ട് ഉമ്മ എന്ന് വിളിക്കുമ്പോ ഉമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പച്ചവെള്ളമില്ല. പക്ഷേ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ ചെയ്യുന്നത് എന്തറിയോ? ആ ഉമ്മയുടെ നാവ് കൊണ്ട്, ആ ഉമ്മയുടെ ഉമിനീര് ഈ പൊന്നുമകന്റെ നാവിൽ പുരട്ടി കൊടുക്കുകയാണ്. ഇതെവിടെയാണ്? ഏത് കാലത്താണ്?
ഈ പെരുന്നാളിന്റെ അവസ്ഥയാണ്. സാധുക്കൾ പതിനായിരക്കണക്കിന് പാവങ്ങൾ അവിടുന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് വല്ലതും ചിന്തിച്ചിട്ടുണ്ട്? പടച്ചവനെ, പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് സുബഹിയുടെ 5 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് ഒരു 2 കലിമ ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങളോട് ചോദിക്കുക. അല്ലാ, പിടഞ്ഞുകൊണ്ടിരിക്കുന്ന പിഞ്ചു പൈതലുകൾ, പല നിലക്കും പിടയ്ക്കുന്നവര്, അവർക്ക് നീ നിന്റെ കാവൽ നൽകണേ എന്ന് നമുക്കൊന്ന് കൽബ് പൊട്ടി ദുആ ചെയ്യാൻ, പരസ്യമായി ആമീൻ പറയാൻ നമ്മളുണ്ട്. ഒരു വേള പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് ഒരു 5 മിനിറ്റ് ഈ പിടയുന്ന മക്കൾക്ക്, പിടഞ്ഞുകൊണ്ടിരിക്കുന്ന പാവങ്ങൾക്ക് ഒന്ന് കൈ നീട്ടാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? നാം തന്നെ മനസ്സാട്ടോട് ചോദിക്കുക. ഏതാനാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. മുസ്ലിമീങ്ങളെ, ധാരാളം അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. മഹാന്മാർ ചോദിക്കുകയാണ്, പറയുകയാണ്, എത്രയാ കണക്കുകളുണ്ടോ? വിരലുകളില്ലാത്ത ആളുകളുണ്ട്, സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയുടെ മുഖം എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല, എൻ്റെ മക്കളുടെ മുഖം എന്താണെന്ന് അറിയൂല. കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ 2 കണ്ണ് കാണാത്തവർ കൈ നീട്ടിക്കൊണ്ട് നിങ്ങളൊരു 10 രൂപ നൽകോ, നിങ്ങളെപ്പോലത്തെ കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് കൈ നീട്ടുകയില്ല. എൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മ, എൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അതുപോലത്തെ പല ആളുകളെയും ധാരാളം അനുഗ്രഹങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് റബ്ബ് നൽകിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉമ്മയുടെ മുഖം, നമ്മുടെ ഭാര്യയുടെ മുഖം, നമ്മുടെ കുട്ടികളോട് സംസാരിക്കാൻ അൽഹംദുലില്ലാഹ് കിടപ്പിലൊന്നല്ല. നമ്മുടെ ഭാര്യ മക്കൾ ഒന്ന് മരിച്ചെങ്കിൽ എന്ന് പറയും വിധത്തിലുള്ള കിടപ്പിലല്ല ഇരിക്കുന്ന നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരില്ലല്ലോ. അല്ലാഹു തആല നിലക്കൊന്നും കിടത്തിയിട്ടില്ല. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ. പക്ഷേ അല്ലയോ മനുഷ്യ, വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. ആ അനുഗ്രഹങ്ങളിൽ പലതുമുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദ്, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കണ്ട് കൺകുളിർമയാവലാണ്. നമ്മുടെ കുട്ടികളുടെ നിസ്കാരം കണ്ട്, നമ്മുടെ കുട്ടികൾ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുന്നത് കണ്ട്, നമ്മുടെ പൊന്നുമക്കൾ സാഹിത്യോത്സവത്തിലൂടെ നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഈ മജ്‌ലിസിലൊന്ന് വന്നു നോക്കൂ. ഈ പിഞ്ചു പൈതലുകളുടെ പാട്ടുകൾ, ഈ പിഞ്ചു പൈതലുകളുടെ പ്രഭാഷണങ്ങൾ, ഈ പ്രഭാഷണത്തിലൂടെ ആയിരക്കണക്കിന് പ്രഭാഷകരെ, എഴുത്തുകാരെ SSF എന്ന പ്രസ്ഥാനം ഇവിടെ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഉലമാക്കളുടെ കൂട്ടത്തിൽ നിന്ന് പണ്ഡിത സമൂഹത്തിൽ വലിയ മുവഫഖായ, വലിയ തൗഫീഖ് അല്ലാഹു തആല കൊടുത്ത മുവഫഖായ ഒരു പണ്ഡിതനാണ് ഇന്നലെ നമുക്ക് ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. അല്ലാഹുവേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പേരോട് ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കൾ SSF എന്ന പ്രസ്ഥാനം എന്താണ് എന്ന് ഈ സമൂഹത്തിന് സമർപ്പിച്ചതിൻ്റെ വലിയ ഭാഗങ്ങളാണ്. ഉസ്താദിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹത്തായ പ്രസ്ഥാനം വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദ്. നമ്മുടെ കുട്ടികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒരു പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ ഒരു ഉപ്പാക്ക് ഉണ്ടാകുന്ന അനുഭൂതി, ഉമ്മാക്ക് ലഭിക്കുന്ന അനുഭൂതി. 35 കൊല്ലത്തോളം പ്രവാസ ലോകത്ത് ജീവിച്ചിട്ട് കുറേ രോഗങ്ങൾ എല്ലാമുണ്ടെന്ന സഹോദരൻ പറഞ്ഞു. നാട്ടിൽ വന്നു. അല്ലാഹു തആല പല അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു 5 തലമുറക്ക് ജീവിക്കാനുള്ള വഴികൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ചുരുങ്ങിയത് നിഅമത്ത് അത്യാവശ്യമുണ്ട്. ആ മനുഷ്യൻ പക്ഷേ നിസ്കരിക്കാൻ, പള്ളിയിലേക്ക് പോകാൻ പ്രയാസമുണ്ട്. കാലുവേദനയാണ്, നടക്കാൻ വയ്യ, അതിലേറെ വിഷമമാണ്. ജുമഅക്ക് മെല്ലെ മെല്ലെ തപ്പി പള്ളിയിലെത്തും. ആ വ്യക്തി തന്നെ, സഹോദരൻ ഹാജി തന്നെ പറഞ്ഞ വാക്കാണ്. ഞാൻ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് കേട്ടുകേൾവിയല്ല, നേരിൽ അനുഭവിച്ചതാണ്. പരിചയമുള്ളൊരു സഹോദരനാണ്.
ആ സഹോദരൻ നേരത്തെ പള്ളിയിൽ ചെന്നപ്പോൾ 10-20 വയസ്സുള്ളൊരു പൊന്നുമകൾ അദ്ദേഹത്തിൻ്റെ മോനാണ്. ആ പൊന്നുമകൾ പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട് പച്ച മലയാളത്തിൽ കണ്ണീരൊടുക്കി ദുആ ചെയ്യുന്നുണ്ടത്രേ. കരയെന്നെ ദുആ ചെയ്യുന്നുമുണ്ട്. ഈ ഹാജി പറയാ, ഞാൻ എങ്ങനെ ചെന്നു, എൻ്റെ പൊന്നുമകൻ അവൻ എന്തിനാണ് ഈ ദുആ, എന്തു പറഞ്ഞിട്ടാണ് ഈ ദുആ ചെയ്യുന്നത്? ഞാനിങ്ങനെ 10-35 കൊല്ലം ഗൾഫിലായിപ്പോയി, മക്കളെ നോക്കാനൊന്നും സമയം കിട്ടാറില്ല. ഒരു ബിസിനസ്സുകാരനാണ്, വരും പെട്ടെന്ന് വന്ന് അങ്ങനെ പോകും. അപ്പം മക്കളെ വളർത്താനുള്ള സാഹചര്യം ഒന്നും ഒത്തില്ല. പിന്നെ ആ കുട്ടി അവിടുന്ന് ഈ വാപ്പ പറയാ, അവനിങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ മെല്ലെ ചെന്നു, അടുത്ത് ചെന്നു. എന്താണ്, അവനെന്നെ കണ്ടിട്ടില്ല, അവൻ എന്താണ് ദുആ ചെയ്യുന്നത്? ഉപ്പാക്ക് എനിക്ക് കേടായി ദ്വാരക്കാണോ? ഞാനെങ്ങനെ പ്രവാസ ലോകത്ത് ആയുസ് ചെലവഴിച്ചു. അവസാനം എനിക്ക് അവൻ്റെ ദുആ എന്നെ വല്ലാതെ ഒന്ന് വിഷമിപ്പിച്ചു. ഞാൻ മെല്ലെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ എൻ്റെ മോൻ്റെ ദുആ, അല്ലാ എൻ്റെ ഉപ്പയുടെ കാലുവേദന മാറ്റിക്കൊടുക്കണേ റബ്ബേ, എൻ്റെ ഉപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, എൻ്റെ ഉപ്പാക്ക് പള്ളിയിലേക്ക് നടന്നു വരാനും എൻ്റെ വാപ്പാക്ക് ഞങ്ങളുടെ കൂടെ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാനും നീ ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നപ്പോൾ ഈ ഹാജി പറയാ, എൻ്റെ മോൻ്റെ ആ ദുആ അങ്ങ് കേട്ട സമയം ജീവിതത്തിൽ ഇത്ര സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീർ ഞാൻ മുമ്പും നിർവഹിച്ചിട്ടില്ല, ശേഷവുമില്ല. എൻ്റെ മോൻ്റെ ആ ദുആ, ഓ പിതാക്കളെ, ഇതിലും വലിയൊരു സന്തോഷം എന്താണ്? നമ്മുടെ മകൾ ഖുർറത്തുൽ ഐൻ, കൺകുളിർമ, നമ്മുടെ മകൻ കാരണമായി, നമ്മുടെ മകൾ കാരണമായി, പൊന്നുമോൾ കാരണമായി ഖുർറത്തുൽ ഐൻ, കൺകുളിർമ. അൽഹംദുലില്ലാഹ്, പെൺമക്കളെ കൊണ്ട് നമുക്കുണ്ടാകുന്നൊരു സന്തോഷം, ആൺകുട്ടികളെ കൊണ്ട് നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. ഓ എൻ്റെ പിതാക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട്, ഇതിലും വലിയൊരു നിഅമത്ത്, ഇതിലും വലിയൊരു അനുഗ്രഹം ഒരു മുസ്ലിമിന് ലോകത്തെന്താണ് കിട്ടാനുള്ളത്? മഹാന്മാർ ചോദിക്കുകയാണ്. ഇതല്ല സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. നമ്മുടെ വീട് അത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, നമ്മുടെ കണ്ണടഞ്ഞു പോയാൽ, നമ്മുടെ കണ്ണടയുന്നതോടുകൂടെ മയ്യിത്ത് എന്നുള്ള പദം പ്രയോഗിച്ചിട്ട് ചിലപ്പോൾ അതിന് ആളുകൾ വേറെയാണ്. പോയി, വീട് പോയി, പറമ്പ് പോയി, വിശദീകരിക്കേണ്ട നമുക്ക് ചിലത് പറയാനുണ്ട്, അതെല്ലാം പോകും. അങ്ങനെ നമ്മുടെ ബിസിനസ്സുകൾ എല്ലാം, ഏത് മേഖലയും. പക്ഷേ നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവരാണ് നമ്മുടെ സമ്പത്ത്, അവരാണ് നമ്മുടെ എല്ലാം. അവരെ കൊണ്ട് നമുക്ക് കൺകുളിർമ, ഖുർറത്തുൽ ഐൻ, കൺകുളിർമ വേണോ എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്, രക്ഷിതാക്കളാണ് ചിന്തിക്കേണ്ടത്. സന്താനങ്ങൾ ഉള്ളവർ, മക്കളില്ലാത്ത ദമ്പതികളോടൊന്ന് ചോദിച്ചു നോക്ക, ആരാണ് നമ്മുടെ മക്കൾ? കല്യാണം കഴിഞ്ഞ 10-15 കൊല്ലമായി രാവിലെ സ്കൂളുകളിലേക്ക്, മദ്രസയിലേക്ക് പോകുന്ന പിഞ്ചു പൈതലുകളെ മക്കളെ നോക്കിയിട്ട് ചിലപ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന സഹോദരിമാരെ കാണാം. ഭർത്താവ് ചോദിക്കും, നീ എന്താ വാതിൽക്കൽ നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ആ മക്കള് മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ അവരെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുക. പിന്നെ അറിയാതെ അങ്ങ് കരയും. കല്യാണം കഴിഞ്ഞ് 15 കൊല്ലമായി, ഒരു കുഞ്ഞിനെ അല്ലാഹു തആല എനിക്ക് നൽകിയില്ലല്ലോ. ഇതുപോലെ ഇങ്ങനെ ബാഗ് പിടിച്ച് നടക്കാൻ പറ്റിയൊരു കുഞ്ഞിനെ. അവരോട് ചോദിക്കും പിതാക്കളെ, അവരോട് ചോദിക്കും ചെറുപ്പക്കാരെ, ആരാണ് നമ്മുടെ മക്കൾ? അപ്പൊ നമുക്ക് തിരിയും നമ്മുടെ മക്കൾ ആരാണ്. ഞാൻ എൻ്റെ ചരിത്രം പറഞ്ഞാൽ എനിക്കൊരു 10 തികച്ചു പോകാൻ അറിയാത്തവനല്ല. ഞാനിവിടെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ എല്ലാം. പക്ഷേ നമുക്ക് ഒഴിവ് കിട്ടുന്നുണ്ടോ? നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? 24 മണിക്കൂറിൽ 1 മണിക്കൂർ നമ്മുടെ മക്കൾക്ക് വേണ്ടി, അഥവാ നമ്മുടെ മക്കൾ ഏത് റൂട്ടിലേക്ക് പോകുന്നു, യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു. മഹാന്മാർ എഴുതി വെച്ചതാണ്.
ഇന്ന അവ്വലമായ തഅല്ലഖു ബിർറജ്ലി. ഇത് കേൾക്കുമ്പോഴാണ് എന്തിനാണ് SSF എന്ന് പറയുന്ന ബറക്കത്തുള്ള പ്രസ്ഥാനം ഈ വേദി ലക്ഷങ്ങൾ മുടക്കി സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരിക. ഇന്ന അവ്വലമായ തഅല്ലഖു ബിർറജ്ലി. നാളെ റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും കൂടുതൽ കരയുന്നവൻ ആരാണ്? കരയുന്ന മുസ്ലിയാരാണ്? കരയുന്നൊരു പണ്ഡിതനാരാണ്? കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ അവസരം ലഭിച്ച ഹാജിമാർ. ഏറ്റവും കൂടുതൽ കരയുന്ന ഹജ്ജുമ്മമാർ, ഹാജിമാരാരാണ്? ഇന്ന അവ്വലമായ തഅല്ലഖു ബിർറജ്ലി. ഏറ്റവും കൂടുതൽ കണ്ണീരൊടുക്കുന്നത് യഖൂലൂൻ യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ തദക്കർ യൗമ തഅത്തില്ലാഹ ഫർദാ വഖദ് നുസിബത് മവാസീനുൽ ഖളാഇ. മനുഷ്യ തദക്കർ, ഓർത്തു നോക്കൂ നിങ്ങൾ. ഒരു ചാൺ മുകളിലാണ് സൂര്യൻ നിൽക്കുക, മഴക്കാലമാണ്, സൂര്യൻ അസ്തമിച്ചു, എന്നിട്ടും ചൂട് സഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ഒരു ചാൺ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. യാ റബ്ബൽ ആലമീൻ, ആളിക്കത്തുന്ന ജഹന്നമിലേക്ക് വലിച്ചെറിഞ്ഞാലും ഇന്ന നാറക്കും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നമ. നമ്മുടെ ഭാര്യമാർ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീക്കടൽ, അതിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള ആളിക്കത്തുന്ന ജഹന്നമിലേക്ക് വലിച്ചെറിഞ്ഞാലും ഇവിടെ നീ നിർത്തല്ല അല്ലാ. ഇതെന്തൊരു സ്ഥലമാണ്! തദക്കർ യൗമ തഅത്തില്ലാഹ ഫർദാ. ഒറ്റക്ക് നിൽക്കും, മോനെ എന്ന് വിളിക്കും. യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി. ഉമ്മ മക്കളെ കാണുന്നൊരു സമയമുണ്ട്. സാധുക്കളായ നമ്മൾ നമ്മുടെ കുട്ടികളെ കാണും, മോനെ എന്ന് വിളിക്കും. ഞാനും വിളിക്കും, നിങ്ങളും വിളിക്കും. പക്ഷേ ഓടുകയാണ് കുട്ടികൾ. അതൊരു ഘട്ടം നമുക്ക് വരാനുണ്ട്. എല്ലാവരും പരസ്പരം ഓടുന്ന ചില സമയം. ഒറ്റക്ക് 15 വയസ്സ് തൊട്ട് ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും അള്ളാഹു കാണിക്കുകയാണ്. ഇതൊക്കെ നീ ചെയ്തതാണോ? നിലവിളിക്കും. പക്ഷെ അള്ളാഹു അർഹമുർ റഹീമീനാണ്. അള്ളാഹു അർഹമുർ റഹീമീനാണ്. അൻത റബ്ബുൽ ആലമീൻ, അൻത അക്രമുൽ അക്രമീൻ, അൻത റബ്ബുൽ ആലമീൻ. എൻ്റെ സഹോദരങ്ങളെ, ആ സമയം അവിടെ ഏറ്റവും കൂടുതൽ കണ്ണീരൊടുക്കുന്നത് ഇതുപോലെയുള്ള അവസ്ഥ കേട്ടിട്ടും ഈ സൂര്യന്റെ അവസ്ഥ കണ്ടിട്ടൊന്നുമല്ല. നേരെ മറിച്ച് സ്വന്തം ഭാര്യ മക്കളുടെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. ഈ ഒരു ചാൺ വയറിന് വേണ്ടിയാണോ നാം ഗൾഫിൽ പോയത്? അല്ല. ഈ ഒരു ചാൺ വയറിന് വേണ്ടിയാണോ തലശ്ശേരങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്നത്? അല്ല. പാനൂര് പട്ടണത്തിൽ ബിസിനസ് നടത്തുന്നത് ഒരു ചാൺ വയറിന് വേണ്ടിയാണോ? അല്ല. നമുക്ക് നമ്മുടെ കുട്ടികൾ പട്ടിണി കിടക്കരുത്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യ മക്കൾ കുടുങ്ങരുത്, അവർ വിഷമിക്കരുത്, അവരും കൂടി ഓർത്തുകൊണ്ടാണ്. എന്നാൽ അവർ പറയുന്ന വാക്കുകളാണ് യഖൂലൂൻ. നമ്മുടെ ഭാര്യ വിളിക്കുന്ന, മക്കൾ പറയുന്ന വാക്കുകൾ യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ. പടച്ചവരെ, എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയേണ്ടത് തണ്ടുപോലെ നിൽക്കുന്ന ഈ മനുഷ്യനെയാണ്. ഈ മനുഷ്യൻ എൻ്റെ ഉപ്പയാണ്, അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ഉമ്മയുമാണ്. ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു. ഞാൻ സാഹചര്യമാണ് നന്നാക്കുന്നതും വടക്കാക്കുന്നതും എന്ന് പറഞ്ഞല്ലോ. ഈ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന 25 കൊല്ലം മുമ്പ് കോഴിക്കോട്ടേക്ക് പോകുന്ന ഏത് ട്രെയിനിലാ ടെലിവിഷൻ ഉണ്ടായിരുന്നത്? ഏത് ബസ്സിലാ, ഏത് ചെറുപ്പക്കാരന്റെ കയ്യിലാ എല്ലാം കാണാൻ പറ്റിയ മൊബൈൽ ഉണ്ടായിരുന്നത്? 25 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്. നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്. അവരെന്ത് ചെയ്യും? അവർക്ക് കണ്ണടച്ചിരിക്കാൻ കഴിയോ? തലശ്ശേരിയിൽ നിന്ന് കാസർകോട്ടേക്ക് പോകുന്ന നമ്മുടെ മക്കൾ, അവർക്ക് എത്ര സമയം കണ്ണടച്ചിരിക്കാൻ കഴിയും? ചെവിടുപൊത്തിരിക്കാൻ കഴിയും? സാധുക്കളാണ്. പിതാക്കളെ മക്കളെ ശപിക്കരുത്, മാതാപിതാക്കളെ നമ്മുടെ കുട്ടികളെ ശപിക്കരുത്. സാഹചര്യം അങ്ങനെയാണ്. നന്നാവാൻ വിചാരിച്ചാൽ എന്തും പഠിക്കാൻ, വായിക്കാൻ, ഓതാൻ, അതല്ലെങ്കിൽ ചൊല്ലാനുള്ള ദിക്റുകളും സ്വലാത്തുകളും എല്ലാം ഉണ്ട്. നേരെ മറിച്ച് ഒന്നും മറിച്ചാലോ, ഒന്നും മറിച്ചു പോയാലോ എല്ലാ വിടക്കുകളും, അത്ര പറഞ്ഞാൽ പോരെ, എല്ലാം ഉണ്ട്. നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്, നമ്മുടെ മക്കൾ സാധുക്കളാണ്. മക്കളെ ശപിക്കരുത് എന്നൊരു പദം മക്കളെ കുറിച്ച് പറയരുത്. അവൻ മോശമാണ്. അതല്ല എങ്കിൽ നാട്ടിലെ മറ്റു കുട്ടികൾ,
നമ്മുടെ മക്കളല്ല, നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനെയും അവൻ വെടക്കാണ്, അവൻ മോശമാണ്. ഞാൻ എൻ്റെ കാരവന്മാരോട് ഓർമ്മ, യുവ പിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, അരുത് അരുത്. നാട്ടിലെ ഒരു കുട്ടിയെ നമ്മൾ ശപിക്കരുത്. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആ കുട്ടികൾക്ക് വേണ്ടി എത്ര ദുആ ചെയ്തിട്ടുണ്ട് നമ്മൾ. അല്ലാ, എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരനായൊരു മോനാണ്, അവൻ കള്ളിന് അടിമപ്പെട്ടിട്ടുണ്ട്, അവൻ കഞ്ചാവിന് അടിമപ്പെട്ടിട്ടുണ്ട്, അവനെ നീ നന്നാക്കണേ അല്ലാ എന്ന് എത്ര പ്രാവശ്യം നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട് പിതാക്കളെ. നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി എത്ര നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നാട്ടിലെ മക്കളെ ശപിക്കാൻ, അവരെ കുറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ അവർ പള്ളിയിലേക്ക് വരുമ്പോൾ അവരെ മോശമാക്കാൻ നമുക്ക് സമയം കിട്ടുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ? യാ റബ്ബനാ ഖുദ്ലനാ ബിഹഖ്നാ, പടച്ചവരെ ഞങ്ങളെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിനു മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഇവരെയാണ്. ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു. ധൂർത്തുകളും മറ്റുമൊക്കെ നടക്കുമ്പോൾ മോനെ മോളെ എന്ന് എൻ്റെ ഉപ്പ എന്നെ വിളിച്ചിട്ടില്ല. ആ പുതിയാപ്പിള ഇറങ്ങിയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വസ്തുക്കൾ അതിലുൾപ്പെട്ടുപോയ നമ്മുടെ കുട്ടി എങ്ങാനും പറയാ എൻ്റെ ഉപ്പ മോനെ എന്നൊരു വിളി വിളിച്ചിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ ഇറങ്ങുമായിരുന്നില്ല, ഞാൻ എങ്ങനെ പോകുമായിരുന്നില്ല. പക്ഷേ എൻ്റെ ഉപ്പ എന്നെ വിളിച്ചിട്ടില്ല, എൻ്റെ ഉമ്മ എന്നെ ഉപദേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഖുദ്ലനാ ബിഹഖ്നാ, ഞങ്ങൾ നീ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് മാതാപിതാക്കളെയാണ്. അന്നാണ് പിതാക്കൾ ഉമ്മമാരെ 10 വിരലുകൾ കടിക്കേണ്ടി വരിക, ബാവിട്ട് കരയേണ്ടി വരിക. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, എന്തിനാണ് നമ്മുടെ കുട്ടികൾ ഇതുപോലെയുള്ള മജ്‌ലിസിൽ പ്രസംഗിച്ചും പാട്ടുപാടിയും എഴുതിയും എന്തിനാണ് അവസരമുണ്ടാക്കുന്നത്? നമുക്ക് പറ്റിയിട്ടില്ല. നമുക്കിതുപോലത്തെ ഒരു വേദി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ SSFന്റെ മക്കൾ, SSFന്റെ നേതാക്കൾ, ഡിവിഷനിലെ, ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പല ആളുകളോടും പലതും ചോദിച്ചിട്ടുണ്ടെന്നറിയാം. അള്ളാഹു സഹായിച്ചവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ. എന്തിനാണ് എന്നുള്ളത് നാം തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ, നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. യാ റബ്ബനാ യംബഗി അൻ യുഅല്ലിമ അഹ്ലഹു, പണ്ഡിത ലോകം എഴുതി വെച്ചതാണ് പിതാക്കളെ, ഇത് നമ്മുടെ കടമയാണ്. യംബഗി അൻ യുഅല്ലിമ അഹ്ലഹു മാ യഹ്താജു ഇലൈഹി ഫിദ്ദീൻ മിൻ അഹ്കാമി ത്വഹാറ വൽ ഹൈദി വൻ നിഫാസ് വയുഅല്ലിമുഹും വയംനഉഹുൽ മൻഹിയ അൻഹു. ഇത് മഹാന്മാർ എഴുതി വെച്ചതാണ്. ഓരോ പിതാവിനും ഓരോ ഉമ്മക്കും കടമയാണ്, ബാധ്യതയാണ്. അൻ യുഅല്ലിമ അഹ്ലഹു, അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ, ഭാര്യ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ. അൻ യുഅല്ലിമ അഹ്ലഹു മാ യഹ്താജു ഇലൈഹി ഫിദ്ദീൻ, ദീനിൽ ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. എനിക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ദീനിൽ ആവശ്യമുള്ള മുഴുവനും പഠിപ്പിച്ചു കൊടുക്കൽ എൻ്റെ കടമയാണ്, എൻ്റെ ബാധ്യതയാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക, മനസ്സാട്ടോട് ചോദിക്കുക. യംബഗി അൻ യുഅല്ലിമ അഹ്ലഹു മാ യഹ്താജു ഇലൈഹി ഫിദ്ദീൻ മിൻ അഹ്കാമി ത്വഹാറ വൽ ഹൈദി വൻ നിഫാസ് വയുഅല്ലിമുഹും വയംനഉഹുൽ മൻഹിയ അൻഹു. തടയേണ്ടത് തടയണം, വിടേണ്ട സ്ഥലത്തേക്ക് വിടണം, തടുക്കേണ്ട സമയത്ത് തടുക്കണം, തടുക്കേണ്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് തടുക്കണം, ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കണം. ഇത് ഫുഖഹാക്കൾ എഴുതി വെച്ചിരിക്കുകയാണ്, മഹാന്മാർ എഴുതി വെച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വൽ ഹൈദി വൻ നിഫാസ്, നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയാ. ആ പെൺകുട്ടി കൂട്ടുകാരുമൊത്ത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചങ്ങാതിത്വമായി ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ്, അപ്പൊ നമ്മൾ അഭിമാനത്തോടെ അവൻ്റെ മോള് പഠിക്കുകയാണത്രേ, എൻ്റെ മോള് പഠിക്കുകയാണത്രേ. എത്ര അഭിമാനത്തോടെയാണ് ഉപ്പമാരെ നമ്മൾ സംസാരിക്കുന്നത്. ഏത് രൂപത്തിലാണ് പഠിക്കണം? നമ്മളൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്. എത്ര കണ്ട് പഠിപ്പിക്കാൻ കഴിയോ പഠിപ്പിക്കണം. നമ്മുടെ കുട്ടി, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കണം. പക്ഷെ ദീന് മറപ്പിക്കരുത്, ദീന് മറപ്പിക്കരുത്. ആ കുട്ടികൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇടക്കൊന്ന് യാത്ര ചെയ്യും. ഈ വെക്കേഷൻ സമയം, ആ സമയത്ത് ഊട്ടിയിലേക്ക് പോകുന്ന സമയം, നഊദു ബില്ലാഹ്, നല്ല നല്ല ഹാജിമാരുടെ മക്കൾ, 18ഉം 20 വയസ്സുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികളും ഒരു ബസ്സിൽ നമ്മുടെ നല്ല നല്ല ഹാജിമാരുടെ മക്കളാണ്. ആ മക്കൾ യാത്ര ചെന്ന് ഊട്ടിയിലേക്ക്
പക്ഷെ കണ്ണുപൊത്തിരിക്കേണ്ട ഗതികേട് യാത്രക്കാർക്ക്. ഒരു എന്താ പറയാ, ഒരു ചെരട് പോലും ഇല്ലാത്ത വിധത്തിൽ, അത് പറഞ്ഞാൽ ഓവറാവില്ല, ആ വിധത്തിൽ നടുറോട്ടിലാണ്. ഏത് രൂപത്തിലെ ജീവിതം ആരോട് പറയാൻ? ഏത് കാലഘട്ടമാണ്? നമ്മുടെ മോളാണ്. എന്നിട്ട് പറയും അവൾ ഊട്ടിയിലേക്ക് ഉല്ലാസയാത്രയുമായി പോയിട്ടുണ്ട്. ഓ, കഅബാലയത്തിന്റെ തെല്ല പിടിക്കാൻ അവസരം ലഭിച്ച ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നമ്മുടെ മോൾ ഊട്ടിയിലേക്ക് പോയപ്പോൾ, നമ്മുടെ മകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര പോയപ്പോൾ അവളുടെ സ്ഥിതി എന്തായിരുന്നു? പഴയ കാലത്ത് 4 മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിൽ 4:30 മണിക്ക് എത്തിയില്ലെങ്കിൽ വാപ്പയുടെ മനസ്സ് പതറിപ്പോകും, ഉമ്മയുടെ മനസ്സ് ചിതറും. പക്ഷെ നമുക്ക് ഇന്ന് നമ്മുടെ മകൾ രാത്രി 8 മണിക്ക് വന്നില്ലെങ്കിൽ പേടിയുണ്ടോ എന്ന്? എവിടെയാണ്, ഏത് രൂപത്തിലാണ്? യാതൊരു പേടിയുമില്ലാത്ത വിധത്തിൽ. മുമ്പ് ചെറിയ ഹയാ, ലജ്ജ, ഒരു ചെറിയ ലജ്ജ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഹയാ പറയുന്ന, അഥവാ നഊദു ബില്ലാഹ് പറഞ്ഞാൽ കാട് കരിപ്പോ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് എൻ്റെ സഹോദരങ്ങളെ, ഒരു പേടിയുമില്ലാത്ത വിധത്തിൽ ആരുടെ കൂടെയും കല്യാണം കഴിച്ചു വിട്ട്, അതിലേറെ ഞാൻ പറയട്ടെ, നാളെ കല്യാണമാണ്. നിങ്ങൾ ചിലപ്പോൾ പത്രത്തിൽ വായിച്ചു കാണും, നാളെ കല്യാണമാണ്, ഞായറാഴ്ച ദിവസം കല്യാണം, ശനിയാഴ്ച രാത്രി അഥവാ കല്യാണത്തിന്റെ മുമ്പുള്ള രാത്രി നല്ല ഭക്ഷണം കഴിക്കാൻ ആളുകളൊക്കെ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചു പോകുന്നുമുണ്ട്. പക്ഷെ രാത്രി 8-8:30 മണിക്ക് ഈ പെൺകുട്ടി ചാടിപ്പോയി. ഇത് ഊഹാപോഹമല്ല, ഇതൊരു കഥയല്ല. നമ്മപ്പോലത്തെ ഒരു വാപ്പ നെടുവീർപ്പിട്ടൊരു സംഭവമാണ്. നമ്മുടെ പോലെയുള്ള ഒരു ഉപ്പയും ഉമ്മയും വാവിട്ട് കരഞ്ഞ ഒരു രാത്രിയായിരുന്നു അന്നത്തെ രാത്രി. 8-8:30 മണിയായപ്പോൾ രണ്ടുപേരും കഅബാലയത്തിന്റെ കല്ല് പിടിക്കാനും അറഫാ മണ്ണിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ച പാവങ്ങളാണ്. ആ പാവങ്ങളുടെ മോളാണ് രാത്രി ചാടിപ്പോകുന്നത്. ആരോട് പറയും? എന്താണ് സ്ഥിതി? നേരം വെളുത്തു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പഴയ കാലത്ത് ഉസ്താദുമാര് പറയും, ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ, അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ശൈഖുനെ പോലെയുള്ള ആ യൗവനകാലം നല്ല കാലത്ത് പറയും അത്രേ. ഒരു കാലത്ത് അസ്രായിലിന്റെ വരവും തമാശക്ക് ഉസ്താദൊക്കെ പറയും. അസ്രായിലിന്റെ വരവും പിന്നെ ഓട്ടോറിക്ഷയുടെ തിരിക്കലെപ്പോഴാ പറയാൻ പറ്റൂല. ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടാ, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടാ. എന്നാലും തിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചാൽ നിങ്ങൾക്കൊരു വെറുപ്പൊന്നും ഉണ്ടാവരുത്. പഴമ ഒരു തമാശയാണ്. എൻ്റെ വകയിലെ ഉസ്താദുമാർ പറയുന്നൊരു തമാശയാണ്. ഇപ്പൊ പറയുന്നത് അസ്രായിലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാ പറയാൻ പറ്റില്ല. എന്താണ് കേൾക്കുന്നത്? പറയാൻ വിഷമമുണ്ട്, വേദനയുണ്ട്. ആ വാപ്പയുടെ കണ്ണുനീർ. പക്ഷേ ആ മഹല്ലിലെ ഉസ്താദ് സമാധാനിപ്പിച്ചു. ഹാജിയെ വിളിച്ചിട്ട് കരയരുത്. അപ്പോ ആ ഹാജി പറഞ്ഞൊരു വാക്കുണ്ട്, നാളെ നിക്കാഹല്ലേ, ഉച്ചക്ക് ഇന്ന ആളുകളൊക്കെ വിളിച്ചിട്ടില്ലേ ഉസ്താദുമാരെ, മഹാന്മാർ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാം, നിങ്ങളൊന്നും വിചാരിക്കണം, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യും, നിങ്ങൾ കരയണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, അത് പരിഹാരം. നിക്കാഹിൻ്റെ വടികളുണ്ട്, അതെല്ലാം നേരം വെളുത്തു 100 കണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരുന്നു. ആ വീട്ടിലെ കുട്ടി, ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ്, ആ പെൺകുട്ടി ചാടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു, എന്താണ് ഈ ആരോട് പറയുന്നത്? ഒരു പേടിയില്ല, ഒരു വിഷമില്ല. നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ കേട്ട് കാണും, ഒരു പെൺകുട്ടിയുടെ ശാഠ്യം. അവൾ നിർബന്ധിക്കുകയാണ്, ഉമ്മയോടാണ്, ഇന്ന ചെക്കനെ ഇന്ന വ്യക്തിക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. അപ്പൊ 18 തികയാൽ മാസങ്ങളേ ഉള്ളൂ, ആഴ്ചകളേ ഉള്ളൂ. മോളെ 2 ആഴ്ച കഴിഞ്ഞാൽ 18 വയസ്സ് തികയും. എന്നിട്ട് നിക്കാഹ് ചെയ്താൽ പോരെ, പറ്റൂല. ഇപ്പൊ വേണം, അല്ലെങ്കിൽ ഞാൻ ചാടിപ്പോവും. ഇപ്പൊ വേണം, അല്ലെങ്കിൽ ഞാൻ ചാടിപ്പോവും. ഒരു ഉമ്മയുടെ മുഖത്ത് നോക്കി 18 വയസ്സ് തികയാൻ 2 ആഴ്ചയുള്ള ഒരു മോള് ഞാൻ ചാടിപ്പോകുമെന്ന് പറഞ്ഞാൽ ആ ഉമ്മ ഒന്ന് പേടിക്കൂലേ? ഉപ്പതിലേറെ പേടിക്കൂലേ? സംഭവം പിതാക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി പറഞ്ഞു, എനിക്കവനെ വേണ്ട. ഇത് കുട്ടിക്കളിയാ? ഏത് കോലത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്? എനിക്കവരെ വേണ്ട. ബാപ്പ ദേഷ്യം പിടിച്ചു അത്ര. ലക്ഷങ്ങൾ മുടക്കിയിട്ട് നടത്തിയൊരു കല്യാണം.
എനിക്കവരെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികല്ലേ ഉപ്പ ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചത് പെൺകുട്ടി ഫോൺ ചെയ്തു പോലീസിന്. 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഉമ്മയും ബാപ്പയും നിർബന്ധിച്ചെന്നെ കല്യാണം കഴിച്ചു വിട്ടു. മുസൽമാൻ ആ പാവങ്ങൾ 20 കൊല്ലത്തെ തടവിലാണ് ഇപ്പോഴുള്ളത്. ആ സാധുക്കൾ 20 കൊല്ലത്തെ തടവിലാണ്. അവർക്ക് ലക്ഷങ്ങൾ കൊടുത്ത് മോചിതരാവാൻ പാവങ്ങളുടെ കയ്യിലൊന്നുമില്ല. പക്ഷേ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മോളെങ്ങനെ വിളിച്ചോ വല്ല കൃപയുണ്ടോ? ആ ഉമ്മ ഉപ്പ ഈ 2 മുത്തുകളെയും 20 കൊല്ലത്തെ തടവിലേക്ക് വലിച്ചിട്ട പെൺകുട്ടികൾ എവിടെയാ നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കണ്ണൂരിൽ തന്നെ, തലശ്ശേരിയിൽ തന്നെ, ഈ പാനൂർ പ്രദേശത്ത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു വിഷയമായിരുന്നു. വല്ലാതെ ആഴത്തിൽ പറഞ്ഞിരുന്നു. സ്വന്തം ഉമ്മയുടെ മാറിടത്തിലേക്ക്, ഉമ്മയുടെ നെഞ്ചത്തേക്ക് ചവിട്ടുന്നൊരു പെൺകുട്ടി ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ കേട്ട് കാണും. സ്വന്തം ഉമ്മയുടെ എവിടെയാ, കോടതി മുറ്റത്ത് വെച്ച്, കോടതി വളപ്പിൽ വെച്ച്, മോളെ നിന്റെ ഉമ്മ വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ, നിന്റെ കാമുകനും ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. കാമുകൻ ഒരു ഭാഗത്ത്, ഉമ്മ മറുഭാഗത്ത്. ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ കാമുകൻ്റെ കൂടെയാ പോകുന്നത്. 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ ആദ്യം വിളിച്ചു മോളെ, വീണ്ടും വിളിച്ചു മോളെ എന്ന്. പിന്നീട് ആ ഉമ്മ വീടുന്ന കാഴ്ചയാണ് കാണുന്നത്. മകളുടെ കാൽക്കലേക്കാണ് വീടുന്നത്. എൻ്റെ മക്കളെ, ചെറുപ്പക്കാരായ കുട്ടികളോട്, എൻ്റെ അനുജന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ ഉമ്മയുടെ കണ്ണുനീർ എവിടെ വെച്ച് നിങ്ങൾക്ക് പകരം വീട്ടാൻ കഴിയും? ആ ഉമ്മ വീണു, മകളുടെ കാല് പിടിച്ചു, മകളുടെ 2 കാല് പിടിച്ചു. ആ കാലിനടിയിലാണ് ഉമ്മയുടെ തല. ഒരു മകളുടെ, പൊന്നുമകളുടെ 2 കാലിനടി ഇടയിൽ തലപെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഉമ്മയെ ചവിട്ടുന്നത് കാണണം ഈ പൊന്നുമകൾ. ചവിട്ടി എന്നല്ല, ചവിട്ടി തുറപ്പിച്ച് അവസാനം ആ ഉമ്മയുടെ മാറിടത്തിലേക്ക്, ഈ പെൺകുട്ടിക്ക് 2 കൊല്ലത്തോളം മുല കൊടുത്ത പൊന്നുമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടി. വേദന സഹിക്കാൻ കഴിയാതെ പെൺകുട്ടിയുടെ ആ ഉമ്മ പിടിച്ച കൈവിട്ടു. ആ പെൺകുട്ടി അങ്ങ് ഇറങ്ങിപ്പോവുകയാണ് കാമുകന്റെ കൂടെ. എൻ്റെ മോളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളോട് പറയുന്നു, മോളെ 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി, നിന്റെ സാധുവായ ഉപ്പയെ സമൂഹത്തിൽ നാണം കെടുത്തി ഏതെങ്കിലും ഒരു ചെക്കൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മോളെ, അനുഭവിച്ചിട്ടേ നീ മരിക്കൂ, അനുഭവിച്ചിട്ടേ നീ മരിക്കൂ. അവൻ്റേത് കഴിയും. അവന് നീ മാത്രമായിരിക്കില്ല മോളെ, അവൻ ചതിയനാണ്, അവൻ വഞ്ചകനാണ്. അവന് നിന്നെപ്പോലത്തെ വേറെയും പെൺകുട്ടികൾ ഉണ്ടാവും. നിന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. സൂക്ഷിച്ചോളൂ എൻ്റെ മക്കളെ. എൻ്റെ മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളോട് ഇവിടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു, മോളെ, അവൻ്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ആർക്കും വേണ്ടാത്തവളായി നീ ജീവിക്കുമ്പോൾ ആരാരും നിന്റെ അരികിലേക്ക് വരില്ല. കാരണം നാണം കെടുത്തിയവളാണ് നീ. കുടുംബത്തെ, നാട്ടുകാരൻ, മുഴുവൻ ആളുകളെയും. പക്ഷേ ആര് നിന്നെ വലിച്ചെറിഞ്ഞാലും ഒഴിവാക്കിയാലും നിന്നെ മറക്കാത്ത, നിന്നെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ജീവി ഭൂമി ലോകത്തുണ്ട്. ആ ജീവി വരും നിന്റെ അരികിലേക്ക്, മോളെ എന്ന് വിളിക്കും. നീ എപ്പോൾ തുള്ളി വെള്ളം കിട്ടാതെ പിടഞ്ഞിരിക്കുമ്പോൾ നിന്റെ അരികിലേക്ക് വരും, നിനക്ക് വെള്ളം നൽകും, നിന്നെ അടച്ചുകൂട്ടും, വീട്ടിൽ കൊണ്ടുപോകും, വയറ് നിറയെ ഭക്ഷിപ്പിക്കും. നീ ആർത്തിയോടെ കഴിക്കുമ്പോൾ കഴിച്ചോ മോളെ എന്ന് പറയും. ആരാണെന്നറിയോ? നീ ആരുടെ കൂടെയാ പോകുന്നത്? ഉമ്മ വന്നിട്ടുണ്ട്, കാമുകനുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ, മോളെ, നിന്റെ കാൽക്കലേക്ക് വീണ ഉമ്മയില്ലേ, ആ ഉമ്മ ആര് നിന്നെ വലിച്ചെറിഞ്ഞാലും ഉമ്മാക്ക് നിന്നെ കൈയൊഴിക്കാൻ പറ്റില്ല. പാവമാണ്, ഉമ്മാക്ക് നിന്നെ വലിച്ചെറിയാൻ പറ്റില്ല. കാരണം നിന്റെ മാറിടത്തിലുള്ള എല്ലുകൾ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് കൊത്തി വലിച്ചാൽ എൻ്റെ മക്കളെ, നിങ്ങളുടെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന മോളെ നിന്നെ പ്രസവിക്കുന്ന സമയത്ത്. എൻ്റെ കുട്ടികളോട് പറയുന്നു, മക്കളെ, നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ഈ വഅദ് പറയുന്നവരെ, എൻ്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ എൻ്റെ ഉമ്മ സഹിച്ച വേദന കുറച്ചൊന്നുമല്ല. നമ്മുടെ ശരീരത്തിൽ 70ഓളം അല്ലെങ്കിൽ 30ഓളം ഞരമ്പുകൾ ജീവനോടെ വലിച്ചെടുക്കുന്നുവെങ്കിൽ നമ്മുടെ വേദന എത്രയായിരിക്കും?
അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. ആ ഉമ്മയെയാണോ മക്കളെ ഏതോ ഒരു ചെക്കന് വേണ്ടി 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി, ഏതോ ഒരു ശഹവത്തടക്കൽ വികാരമടക്കാൻ വേണ്ടി ഈ ചെക്കൻ ഊരു ചുറ്റി നടക്കുന്ന, മറ്റുള്ളവരെയും താങ്ങി നടക്കുന്ന ഒരുത്തന് വേണ്ടി നിന്റെ ഉമ്മയുടെ നെഞ്ചത്തേക്ക് നീ ചവിട്ടുന്നത് അനുഭവിച്ചിട്ട മക്കളെ മരിക്കൂ. അരുത്, അരുത്. പാപമാണ് നമ്മുടെ ഉമ്മ, സാധുവാണ് നമ്മുടെ ഉപ്പ. ആ പാവങ്ങളെ കരയിപ്പിക്കരുത്. ഞാൻ എൻ്റെ ചെറുപ്പക്കാരായ എൻ്റെ അനുജന്മാരായ കുട്ടികളോട് പറയുന്നു, മക്കളെ നിങ്ങൾ SSFകാരായി വളരണം, നിങ്ങൾ SSFിൻ്റെ കുട്ടികളായി വളരണം. എൻ്റെ ഉമ്മാരാട് എൻ്റെ ഉപ്പാരാടെന്ന് തിരിയും. മാത്രമല്ല, മഹാന്മാരായ പണ്ഡിത മുത്തുകൾ നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സബബായി തീരും. നിങ്ങൾ SSFിലൂടെ വളരാൻ കഴിഞ്ഞാൽ, എൻ്റെ കുട്ടികളോട് പറയുന്നു, ഒരു ഹാജി ഒരു പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞ സ്വത്ത് വിറ്റുകൊണ്ട്, ഭൂമി വിറ്റിട്ട് 40 ലക്ഷം കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ചു, ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. അവൻ തിരിച്ചു വന്നപ്പോൾ പിന്നീട് ആ ഉപ്പ ചോദിക്കുന്നത് മരിക്കാൻ വല്ല വഴി ഇസ്ലാമിലുണ്ടോ എന്നാണ്. ഏതെങ്കിലും നിലക്ക് മരിക്കാൻ വല്ല മാർഗവുമുണ്ടോ? മരിക്കാൻ വല്ല വഴിയുണ്ടോ? എന്താ കാരണം? ആ കുട്ടി ഒരു വേശ്യപ്പെണ്ണുമായി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഹാജിമാരെ, മനസ്സാക്ഷിക്കുത്തുള്ളവരോട് ഞാൻ ചോദിക്കുന്നു, ഈ നിലക്കൊരു മോൻ വളർന്നാൽ, ഈ നിലക്കൊരു പെൺകുട്ടി വളർന്നാൽ നാം എന്തിനു പറ്റും? നമ്മുടെ മക്കളെ കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഖുർറത്തുൽ ഐൻ, സന്തോഷം കൊണ്ട് കരയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞോളൂ ആമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ നമുക്കുണ്ടാകാൻ കഴിയണം. അല്ല, ഹജ്ജ് കഴിഞ്ഞു, എത്രയോ ഹജ്ജ് ചെയ്തു, അവസാനം ഹജ്ജ് കഴിഞ്ഞ്, ഈ വർഷവും ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് നേരം വെളുത്ത പള്ളിയിലേക്ക് പോകുന്ന സമയം, സുബഹി കഴിഞ്ഞു, നിസ്കരിച്ചു, കയ്യിൽ കിട്ടിയ പത്രം ഒന്ന് എടുത്തു നോക്കുമ്പോൾ നമ്മുടെ മകന്റെ ഫോട്ടോ കാണുകയാണ്. പടച്ചവനെ, എൻ്റെ മോനക്ക് എന്താ, എൻ്റെ മോൻ അവന്റെ ഫോട്ടോ കാണുമ്പോൾ ആവേശത്തോടുകൂടെ എൻ്റെ മകന് വല്ല റാങ്ക് ലഭിച്ചോ? എന്താ ലഭിച്ചത്? അടിക്കുറിപ്പ്. 8 വയസ്സുള്ള 10 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാലിൻ്റെ പേര് കേട്ട ഇന്ന ഹാജിയുടെ മകൻ ഫുലാനുബിന് ഫുലാൻ. ഓ ഉപ്പമാരെ, പിതാക്കളെ, ജീവിച്ചിട്ട് ഫലമുണ്ടോ ഈ മണ്ണിൽ? പാനൂര് പ്രദേശത്തുള്ള സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നു, അള്ളാഹു നമ്മയൊക്കെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ജീവിതത്തിൽ അങ്ങനെ നമുക്ക് കേൾക്കരുത്, അങ്ങനെ കേൾക്കേണ്ട ഒരു ഗതി വരരുത്. നമ്മുടെ മകന്റെ ഫോട്ടോ കണ്ട അടിക്കുറിപ്പ്, ഇന്നരിന്ന പാനൂരിലെ ഇന്ന ഹാജിയുടെ മകൾ 12 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്ന മകനെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഹാജിമാരെ? നാട്ടിലെ പ്രമാണിയാണ്, കമ്മിറ്റി ഭാരവാഹിയാണ്, നാട്ടുകാരുടെ സ്വീകാര്യനാണ്. പക്ഷേ തലപൊക്കി നടക്കാൻ കഴിയോ? കുടുംബ വീട്ടിലേക്ക് പോകാൻ കഴിയോ? ഭാര്യ കുടുംബത്തിലേക്ക് പോകാൻ കഴിയോ? അങ്ങാടികളിലൂടെ നടക്കാൻ കഴിയോ? ആ ചെക്കൻ്റെ വാപ്പയാണെന്ന് പറയൂലേ? ഇവിടെയാണ്. എന്തിനാണ് സാഹിത്യോത്സവിന്റെ മജ്‌ലിസ് SSFിന്റെ കുട്ടികൾ ഒരുക്കുന്നത്? ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും, തമിഴ്നാട്, കർണാടക തൊട്ട് 26ഓളം സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. കോടികൾ മുടക്കിയിട്ട്. എന്തിനാണെന്നറിയോ? ഒരു കുട്ടിയെങ്ങാനും സുന്നത്ത് ജമാഅത്തിലേക്ക്, ദീനിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദുനിയാവും ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളെക്കാളും വലിയ ഖൈറുള്ളൊരു കാര്യമാണത്. ഒരാളെ, അതും പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ, ദീനിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞാൽ. ഇത് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് SSF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് SSFിന്റെ മക്കൾ. ഇത് കുറച്ചൊന്നുമല്ല അധ്വാനം, ഇതിന്റെ ത്യാഗം കുറച്ചൊന്നുമല്ല. ചോദിച്ചു നോക്കൂ നിങ്ങൾ പ്രവർത്തകരോട്, എന്തിനാണ് അവരിറങ്ങുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടി. നമ്മുടെ കുട്ടികൾ, മറ്റുള്ളവരുടെ മക്കൾ, അവർ നല്ല കുട്ടികളായി വളരണം, നല്ലവരായി ജീവിക്കണം. ഇതിനു വേണ്ടിയാണ് അവരൊരുങ്ങുന്നത്. ആ മക്കളെ നിങ്ങൾ തിരിച്ചുവിടരുത്. ആ മക്കളോട് നിങ്ങൾക്ക് മഹബത്ത് വേണം. ആ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം. SSFിന്റെ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം. SSFിന്റെ പ്രവർത്തകരെ നിങ്ങൾ മഹബത്ത് വെക്കണം. മക്കൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഖൈറുകൾ
പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് പോരായ്മകളുണ്ട്. ഒറ്റപ്പെട്ട കുട്ടികളെ നോക്കിയിട്ടല്ല, ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു അനവധിയുണ്ട്. അത് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് അന്നൊരു മുദ്രാവാക്യം, നിങ്ങളെ കണ്ണൂരുണ്ടാ മുദ്രാവാക്യം, നിങ്ങൾക്കൊക്കെ ഉറക്ക് വന്ന ക്ഷീണേറ്റം 10 മണിയായി. ഈ കുട്ടികളൊന്നും പറഞ്ഞിട്ടില്ല. ഈ നവാസ് ഭായി ഇവരൊന്നും കൺവീനറാണ്, ഇവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ നമ്മളോട് എത്ര സമയം എന്നുള്ളതൊന്നും. അമാനെ ഈ നാട്ടിൽ കാണാനല്ല, കുഴപ്പമില്ലല്ല. ഞാൻ കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടായതാ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പേര് ഞാൻ മറന്നിട്ടാണ്. മജ്‌ലിസ് ചെയ്യാൻ വന്നതല്ലേ, സ്ഥാപനത്തിലൊക്കെ 10:30 വരെ പോകാന്നാണ് പറയണത്. നിങ്ങൾക്ക് വിഷമാവില്ലല്ലോ. നമുക്കൊരു ജമ്മ ചെയ്യാം, ഒരു 10:15 വരെ ഇതാക്കുക. 10 കൊണ്ട് അപ്പുറത്തുകൊണ്ട് പോയാൽ ഇങ്ങനെ പ്രയാസമായിരിക്കും. എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ, ഒരു തിരക്കുമില്ല, എനിക്കൊരു വിഷയവുമില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പഴമക്കാർ പറയും, പഴയ കാലത്ത്, അത് പ്രായം ചെന്നവർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. കണ്ണൂരുണ്ടോ അറിയില്ല, ഞങ്ങളുടെ രാജ്യത്തൊക്കെ മലപ്പുറത്തും അങ്ങനെ വല്ലാതെ കേട്ടിട്ടുണ്ട്. രക്ഷിതാക്കൾ സൂക്ഷിച്ചോ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചോ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ കേടായി ഞങ്ങൾ സാക്ഷി നിൽക്കും. കുട്ടികളുടെ മുദ്രാവാക്യ. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്തുകളിലല്ല, അള്ളാഹു കാക്കട്ടെ. ആ മുദ്രാവാക്യമൊക്കെ നമ്മുടെ കുട്ടികൾ നമ്മെക്കുറിച്ച് പറയുന്ന ചില ഘട്ടങ്ങളാണ്. കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെയും വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മക്കളുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. കുറച്ച് കണ്ണു തുറക്കേണ്ടി വരും, കുറച്ച് ചിന്തിക്കേണ്ടി വരും, കുറച്ച് സമയം കാണേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ കരയണം, അത്യാവശ്യം കരയേണ്ടി വരും. ഇവിടെ അല്ല, ആഖിറത്തിൽ അതിലേറെ വിഷമിക്കേണ്ടി വരും. അല്ലാഹു തആല കാക്കട്ടെ. അന്നദാരായ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മുടെ അഭിവന്ദ്യരായ നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട ശൈഖുന ഉപ്പാപ്പക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ശൈഖുനാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ആ തടൽ നമുക്ക് ഒരുപാട് കാലം നീട്ടിത്തരുമാണ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഇരിക്കും. നമ്മുടെ മജ്‌ലിസ് സമ്പന്നമാണ്. SSFന്റെ കുട്ടികൾ, ഞാൻ പറഞ്ഞൊരു ഇതൊരു ബറക്കത്തുള്ള സദസ്സാണ്. അതുകൊണ്ടാണ് ഉപ്പാപ്പ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മക്കളോടുള്ള മഹബത്ത്, SSFന്റെ കുട്ടികൾ വെറുതെ അല്ല കേട്ടോ, ഞാനൊരു ജാട പറയല്ല. SSFന്റെ മക്കളോടുള്ള മഹബത്താണ് ഉപ്പാപ്പ ഇവിടെ എത്തിയിട്ട്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് ദുആ ചെയ്ത് തരും. അവിടെ നമുക്ക് നസീഹത്ത് അല്ല, നമുക്ക് നല്ലോണം മനസ്സ് തട്ടി നമുക്ക് ദുആ ചെയ്ത് തരും. ഉപ്പാപ്പാക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണുണ്ട്. അവിടുന്ന് ഈ മജ്‌ലിസിപ്പോൾ ആശ വെച്ചിട്ട് നമ്മളെല്ലാവരും ഇരിക്കുകയാണ്. വരോടുള്ള പ്രസംഗം എന്ന നിലക്കാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ മഹാന്മാർ അവരൊക്കെ നല്ലോണം ദുആ ചെയ്തിരുന്ന ഈ ഒരു പ്രശ്നം നമ്മുടെ കുട്ടികൾ അന്നദാരായ എന്നതുടെ പൊൻ ശിശുക്കളദീനിസ്ലാം അറിവ് നൽകി വളർത്തി നല്ല വഴിയിൽ നടത്തിടുവാൻ. അന്നദാരായ എന്നതുടെ പൊൻ ശിശുക്കളദീനിസ്ലാം അറിവ് നൽകി വളർത്തി നല്ല വഴിയിൽ നടത്തിടുവാൻ. എൻ്റെ മക്കൾ, ഇത് ചില്ലറക്കാരല്ല പറയുന്നത്, മഹാന്മാരുടെ ദുആകൾ. എൻ്റെ മക്കൾ പ്രിയപ്പെട്ട ഭാര്യയോട് ഉപദേശിക്കുന്നത്, മോളെ മോനെ എന്ന് വിളിക്കാൻ ഞാനുണ്ടാവില്ല. ഞാനിത് പറയുമ്പോൾ പകുതി ജീവനേ ഉള്ളൂ. മഹാന്മാരുടെ വാക്കുകളാണ്, പകുതിയേ ഉള്ളൂ. നിങ്ങളിത് കേൾക്കുന്ന സമയം, വായിക്കുന്ന സമയം ഞാൻ മരിച്ചു കാണും. എൻ്റെ കുട്ടികളെ ഉപദേശിക്കാൻ ഞാനുണ്ടാവില്ല. പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചിട്ട്, എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ നല്ലതുപോലെ നോക്കണം. അതോടുകൂടെ എൻ്റെ മക്കളെ ദീനിയായി നിങ്ങൾ വളർത്തണം. എൻ്റെ മോളെങ്ങാനും അതിരുവിട്ടു പോകുന്നുണ്ടോ, എൻ്റെ മോനെങ്ങാനും പരിസരം മറന്നു പോകുന്നുണ്ടോ, ഭാര്യയോട് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം.
എപ്പോഴും ഒരു കണ്ണ് മക്കളിൽ ഉണ്ടാവണം, കുട്ടികളിൽ ഉണ്ടാവണം, മക്കളിൽ ഉണ്ടാവണം എന്ന് മഹാന്മാർ പറയുന്നുവെങ്കിൽ നമുക്ക് എത്ര കണ്ണ് വേണം? ആ മഹാന്മാരത് പറയുമ്പോ നമുക്ക് എത്ര കണ്ണ് വേണം? നാം ഒന്ന് ചിന്തിക്കുക, ഏത് കുട്ടികളായിരുന്നവരൊക്കെ അവരുടെ മക്കളാണ് ആയിരക്കണക്കിന് റക്അത്തുകൾ നിസ്കരിക്കുന്ന കുട്ടികളായി വളരുന്നത്. അവര് വല്ലാത്ത മക്കളായിരുന്നു. ആ വളരുന്ന മക്കളെ കുറിച്ചാണ് ഈ നിലക്കുള്ള ഉപദേശങ്ങൾ പറയുന്നതെങ്കിൽ, അവർ ഉണർത്തുന്നതെങ്കിൽ 24 മണിക്കൂറും ഒരു നോട്ടം നമ്മുടെ കുട്ടികളിൽ നമുക്ക് വേണ്ടേ? നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്നവരെ നമ്മൾ സഹായിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. അതാണ് ഇന്ന് SSF ചെയ്യുന്നത്. SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, ഇവിടെയാണ് വടകര ഉപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഒന്നും കൂടെ ആവർത്തിക്കുന്നത്. SSFന്റെ കുട്ടികൾക്ക് അർശിന്റെ തണലുണ്ട്. SSFന്റെ മക്കൾ SSFന്റെ മക്കളെ അല്ലാഹു തആല കുതുക്കില്ല. ഇത് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ചെറുതൊന്നുമല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ നോട്ടം അവരിലും ഉണ്ടാവണമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ദുആ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. പണ്ഡിത സാദാത്തുക്കളിലെ തറവാട്ടിലെ കാരണവരും അഭിവന്യ മൽജവും നേതൃത്വവുമായ ബഹുവന്യരായ ഉപ്പാപ്പ നമ്മുടെ മജ്‌ലിസിൽ എത്തിയത് നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ മാതാപിതാക്കളോട്, പ്രവർത്തകരനോട് സമയം വരെ പറയാൻ പറഞ്ഞതുകൊണ്ട് അവിടുത്തെ പൊരുത്തത്തോടുകൂടെ ചുരുക്കി 2 കലിമ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് സന്തോഷം വേണം, ബറക്കത്ത് വേണം. വീട്ടിലും ബിസിനസ്സിലും കുടുംബത്തിലും എല്ലാം ഐശ്വര്യം, റാഹത്ത്, സമാധാനം, മനസ്സമാധാനം. ഉപ്പാപ്പാനെ ഇരുത്തിയിട്ട് ഞാനൊന്ന് തുറന്നു പറയട്ടെ, അതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഒരൊറ്റ കുട്ടി. ചെറിയ മക്കൾ, ചെറുതെന്ന് പറയുമ്പോൾ പരിധി നിങ്ങൾക്കറിയാം. നമ്മുടെ കുട്ടികൾ തൻ്റെ ഇടം വെച്ച മക്കൾ, ആ മക്കളെ പ്രഭാത സമയത്ത് ഉറക്കിക്കളയരുത്. പ്രഭാത സമയത്തെ കുട്ടികളെ എഴുന്നേൽപ്പിക്കണം. നമുക്ക് ബറക്കത്ത്, ഐശ്വര്യം, വീട്ടിൽ സന്തോഷം, ഹമ്മുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എത്ര നല്ലൊരു വഴിയാണ്. യാ റബ്ബൽ ആലമീൻ, എന്റെ ഉമ്മത്തിന് പ്രഭാത സമയം നീ ബറക്കത്ത് നൽകണേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ, 7 വയസ്സ് മുതലുള്ളത് നമുക്കറിയാം. 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ, ആ മക്കളെ നമ്മൾ എഴുന്നേൽപ്പിക്കണം, സുബ്ഹി നിസ്കരിപ്പിക്കണം. ഒറ്റൊന്നേ പറയുന്നുള്ളൂ, ഇപ്പോൾ സുബ്ഹി നിസ്കരിപ്പിക്കണം. ആ കുട്ടികൾ പിന്നീട് സൂര്യൻ ഉദിക്കുന്നത് വരെ, ചില ആളുകൾക്ക് ഞാൻ 3:30 എഴുന്നേറ്റു, ഞാൻ 2:30 എഴുന്നേറ്റതാണ്, അതുകൊണ്ട് സുബ്ഹി നിസ്കാരം ഒറ്റ കടത്തം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എല്ലാ ബറക്കത്തും നഷ്ടപ്പെടുന്നൊരു ശൈലി. എന്നിട്ട് പറയും, എന്തോ തട്ടലും വിട്ടലും പ്രശ്നങ്ങളോട് പ്രശ്നം. പ്രഭാത സമയം ഞാനൊന്ന് നീട്ടി പറയണമെന്നുണ്ടായിരുന്നു, സാഹചര്യം മാറിപ്പോയതാണ്. പ്രഭാത സമയം അത് നമ്മൾ ഉറങ്ങിയാലും, ഭാര്യ ഉറങ്ങിയാലും, കുട്ടികൾ ഉറങ്ങിയാലും അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കും. അല്ലാഹു തആല എല്ലാ ഐശ്വര്യവും വലിച്ചെറിയും, എടുത്തു കളയും. വീട്ടിലുള്ള ശാരീരികമായിട്ടുമില്ല, സാമ്പത്തികമായിട്ടുമില്ല, മാനസികമായിട്ടുമില്ല, ആത്മീയപരമായും വളരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സദസ്സിലുള്ള മാതാപിതാക്കളോട് പറയാം, നമ്മുടെ കുട്ടികൾ പ്രഭാത സമയത്ത് അവരെ എഴുന്നേൽപ്പിക്കണം. അത് അടിച്ചും ചീത്ത പറഞ്ഞല്ല, നല്ല ഹിക്മത്തിൽ, തന്ത്രപരമായി അവരെ എഴുന്നേൽപ്പിച്ചിട്ട് അവരെ നിസ്കരിപ്പിക്കാൻ. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ഫീ ലമാനില്ല, അല്ലമാനു വൽ അമാൻ. അല്ലാഹു തആല ഏറ്റെടുക്കും ആ കുടുംബത്തെ. പ്രഭാത സമയം 7 വയസ്സ് കഴിഞ്ഞ 8, 10 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ, പിന്നെ 15 വയസ്സ് കഴിഞ്ഞ മക്കളാണെങ്കിലോ നമ്മൾ നേരത്തെ പള്ളിയിൽ പോകുക, കുട്ടികളോട് ഇറങ്ങിപ്പോകുക, അത് പറ്റില്ല. ഇവിടെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, SSFന്റെ കുട്ടികൾ പല മക്കളും
100 കുട്ടികൾ ഒന്ന് നിങ്ങൾ എടുത്തോളൂ, 1000-ൽ നിങ്ങൾ 10 പേരെടുക്കൂ. പറയുന്നവരുണ്ട് നാട്ടുകാരെ. ഞാൻ SSF-ന്റെ മെമ്പർഷിപ്പ് എടുത്തത് മുതൽ ഇന്ന് ഒരൊറ്റ സൂറത്തുൽ കഹ്ഫ് ഞാൻ മുടക്കിയിട്ടില്ല, ഒരൊറ്റ നിസ്കാരം ഞാൻ ഖളാക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് SSF-ന്റെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇന്ന് വളർന്നു വന്ന ഒരുപാട് വലിയ വലിയ ആളുകൾ, അവർ നല്ല മാഷുമാരായി. ഓ ഖാലിദ് സാഹിബിനെ ഓർത്തു നോക്ക് നിങ്ങൾ, ഓ ഖാലിദ് സാഹിബിന്റെ വാക്കുകൾ ഓർത്തു നോക്ക് നിങ്ങൾ. SSF കൊണ്ട് കിട്ടിയ നേട്ടം ഖാലിദ് സാഹിബിലേക്കൊന്ന് ഇങ്ങനെ ചൂണ്ടിയാൽ മതി, റസാഖ് കുറ്റിയിലേക്കൊന്ന് ചൂണ്ടി നോക്കിയാൽ മതി. ഏതെങ്കിലും ഒറ്റപ്പെട്ടവരെ നോക്കിയിട്ടവൻ SSF-കാരനാണത്രേ. ഓ പിതാക്കളെ, മറിച്ചൊന്ന് ചിന്തിക്കും നിങ്ങൾ. നമുക്ക് 2 കുട്ടികളുണ്ടായിട്ട് ആ 2 മക്കളെ എത്ര പ്രാവശ്യം എത്ര ദിവസം ഖളാഅക്കാതെ നിസ്കരിപ്പിക്കാൻ കഴിഞ്ഞു, എത്ര വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിപ്പിക്കാൻ കഴിഞ്ഞു, എത്ര ജമാഅത്താണ് നമ്മുടെ കുട്ടികളെ കൊണ്ട് നിർവഹിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ദിവസം, എല്ലാ ദിവസവും നമ്മുടെ കുട്ടികളെ ഹദ്ദാദ് ചൊല്ലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ SSF-കാരനായത് മുതൽ ഒരൊറ്റ ഹദ്ദാദ് ഞാൻ മുടക്കിയിട്ടില്ല എന്ന് പറയുന്ന 100 കണക്കിന് SSF-ന്റെ കുട്ടികളുണ്ട്. SSF-ലൂടെ വളർന്ന് വലുതായവരുമുണ്ട്. ജമാഅത്ത് അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് ഒരു സൂറത്തുൽ കഹ്ഫ് ഞാൻ മുടക്കിയിട്ടില്ല ഇന്ന് വരെ. ഒരുപാട് പ്രവർത്തകരെ കേട്ടിട്ടുണ്ട്. ഞാൻ SSF-ൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ ഒരൊറ്റ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഞാൻ മുടക്കിയിട്ടില്ല. അതിലേറെ രസകരമായത് കേൾക്കണം. ഇന്നലെ ഞാനൊരു കുട്ടിയുടെ വാക്ക് കേട്ടു. SSF-ൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ അവൻ കുറെ ഇപ്പൊ SYS-ലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ച ഒരു പേജ് ഖുർആൻ ഞാൻ ഓതും. എൻ്റെ ഓർമ്മയിൽ ഒരൊറ്റ ദിവസവും ഒരു പേജ് ഖുർആൻ ഞാൻ ഓതും. മുസൽമാൻ, നമ്മളൊന്ന് വിലയിരുത്തൂ, ഈ പ്രസ്ഥാനം എത്ര കുട്ടികൾക്കാണ് ഹിദായത്തിന്റെ നൂറ് കാണിച്ചു കൊടുത്തതെന്നുള്ളത്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ഞാനിവിടെ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുന്നു മാതാപിതാക്കളോട്, നമ്മുടെ കുട്ടികളെ 24 മണിക്കൂറും ഒരു കണ്ണ് വഅദ് പറയുന്ന പ്രസംഗിക്കുന്ന ഉപ്പാപ്പ ഇരുത്തിയാൻ പറയുന്നു. ഞാൻ അടക്കം നമ്മളെല്ലാവർക്കും നമ്മുടെ കുട്ടികളെ കുറിച്ചും, ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ മക്കളെ കുറിച്ച് ഒരു നോട്ടം, ഒരു ശ്രദ്ധ എനിക്കില്ല എങ്കിൽ ഞാൻ വിരലുകൾ കടിക്കേണ്ടി വരും. എല്ലാവരുടെയും അവസ്ഥകൾ ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രധാനമായും നമ്മുടെ കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിർത്തുന്നു, ബഹുമാനപ്പെട്ടവരുടെ ദുആ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പണ്ഡിത ലോകം പഠിപ്പിക്കുന്ന ഒരു വാക്ക് കൂടി ഞാൻ പറയട്ടെ. അല്ലയോ മുസൽമാൻ, പ്രഭാത സമയത്തെങ്ങാനും നമ്മുടെ കുട്ടികൾ ഉറങ്ങിപ്പോയാൽ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റിട്ട് കിടന്നാലും, അത് ഹാജിമാരാണെങ്കിലും ഹജ്ജുമ്മമാരാണെങ്കിലും മക്കളാണെങ്കിലും ഉറങ്ങിപ്പോകുന്നുവെങ്കിൽ അല്ലാഹു തആല അവർക്കുള്ള റിസ്കിനെ തടയും. കാരണം എല്ലാ സൃഷ്ടികളും അവർക്കുള്ള റിസ്കിനെ തേടുന്ന ഒരു സമയമാണ്. വഹുവ വഖ്തു ഖിസ്മത്തുൽ അർസാഖ് വഹുവ മുദിറുൻ ജിദ്ദൻ ബിൽ ബദൻ. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റിട്ട് കിടന്നാലും ശാരീരികമായ പല രോഗങ്ങളെ കൊണ്ടും അടിമപ്പെടേണ്ടി വരും. പല ഹമ്മുകളും ടെൻഷനുകളും. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും അതിലേറെ ബറക്കത്തില്ലായ്മ. ഇത് കേട്ട് ഇത് മനസ്സിലാക്കിയ കേട്ടുപോയ മഹാന്മാർ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ, അവിടുത്തെ പൊന്നുമകൾ നായിമ. ഞാൻ ഈ പ്രസംഗം നിർത്തുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങ് വരുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഇബ്നൻ ലഹു നായിമ നൗമത്തസ് സബീഹ, പ്രഭാത സമയം ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഫഖാല ലഹു യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഖും
എൻ്റെ മോൻ എഴുന്നേൽക്കണം. അത്തനാമു ഫിസ്സാഅത്തില്ലതി തുഖ്സമു ഫീഹൽ അർസാഖ്. അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് റിസ്ക് നൽകുന്ന വിഹിതം ചെയ്യുന്ന ഈ സമയം എൻ്റെ പൊന്നുമകൻ ഉറങ്ങുന്നുവോ? മോനെ ഉറങ്ങരുതേ, എൻ്റെ കുട്ടി അങ്ങ് എഴുന്നേൽക്കണം. എഴുന്നേൽപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമകൾ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് എൻ്റെ പൊന്നുമകൾ ഫാത്തിമയാണ്. എൻ്റെ ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൊന്നുമകളാണ് പറയുന്നത്. മറബി റസൂലുള്ളാഹ്, ഒരു പ്രാവശ്യം പ്രഭാത സമയത്ത് എൻ്റെ അരികിലൂടെ എൻ്റെ ഉപ്പ നടന്നു വരുന്നു. വഅന മുൽതജിഅ മുതസബ്ബിഹ, ഞാൻ ആ പ്രഭാത സമയം ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാനൊരു ചെറിയ പെൺകുട്ടിയാണ്. ഫാത്തിമയാകുന്ന പൊന്നുമോളാണ് പറയുന്നത്. എൻ്റെ പെങ്ങളെ ഫാത്തിമ എന്ന പൊന്നുമകളുടെ വാക്കുകൾ, ഞാനൊരു കുട്ടിയായിരുന്നു, ഞാനങ്ങനെ പ്രഭാത സമയത്ത് കിടക്കുന്നത് ഉറങ്ങുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉപ്പ മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ ഫഹറകനി ബിരിജ്ലിഹി, എന്നെ കാലുകൊണ്ട് അങ്ങനെ തട്ടിയിട്ട്, എൻ്റെ ഉപ്പാന്റെ കാലുകൊണ്ട് എന്നെ അങ്ങനെ മെല്ലെ മെല്ലെ തട്ടിയിട്ട് സുമ്മ ഖാൽ, ഞാൻ എൻ്റെ ഉപ്പാന്റെ മുഖത്ത് നോക്കുമ്പോൾ യാ ബുനയ്യാ, എൻ്റെ മോളെ ഭൂമി, എൻ്റെ മോളിങ്ങനെ കിടക്കാൻ പറ്റുമോ? മോളെ അങ്ങ് എഴുന്നേൽക്കണം. ഇഷ്ഹദി റിസ്ഖ റബ്ബിക്ക്, മോളെ നിങ്ങളുടെ റബ്ബ് റിസ്ഖ് വിഹിതം ചെയ്യുന്ന, ആ റിസ്ഖ് വിഹിതം ചെയ്യുന്ന അതിന് സാക്ഷിയാവടെ. ഇഷ്ഹദി യാ ബുനയ്യാ വലാ തകൂരി മിനൽ ഗാഫിലീൻ. ഫാത്തിമ, നിങ്ങൾ അശ്രദ്ധയിലാവരുത്. അശ്രദ്ധയിൽ കിടക്കുന്ന കുട്ടികളിൽ എൻ്റെ മോള് പെട്ടുപോകരുത്. എല്ലാ മനുഷ്യരുടെയും ഭക്ഷണം അത് കണക്കാക്കുന്നതും ഓഹരി ചെയ്യുന്നതും ഈ സമയമാണ്. മോളെ, എൻ്റെ മോളങ്ങനെ കിടക്കരുത്, എൻ്റെ മോളങ്ങനെ കിടക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ എന്ന പ്രിയപ്പെട്ട മകളോട് ഉപദേശിക്കുന്നുവെങ്കിൽ മാതാപിതാക്കളോട് ഞാൻ നിർത്തട്ടെ. നമ്മുടെ കുട്ടികളെ, ആ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ചെറിയ നോട്ടം അല്ല, എപ്പോഴും ഒരു നോട്ടം, അതോടുകൂടെ നമുക്ക് നമ്മുടെ കുട്ടികൾ വളർത്താനുള്ള സാഹചര്യങ്ങൾ കുറവാണോ? നമ്മുടെ മക്കളെ നല്ല രൂപത്തോടെ നടത്തിക്കാനുള്ള വഴികൾ കുറവുണ്ടോ? SSFന്റെ മക്കൾ വലിയ വലിയ ഉപ്പാപിരിത്യൻ പറയട്ടെ, വലിയ ആലിമികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ മകൻ ഒരു SSFകാരനായ മുത്തഅല്ലിമായി വളരണം, ഒരു SSFകാരനായ കുട്ടിയായി വളരണം. നാം പരിശ്രമിക്കുക. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ മക്കൾക്ക് ഈ വഴികൾ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഏത് മേഖലയ്ക്ക് എടുത്തു നോക്കൂ നിങ്ങൾ. 26ഓളം സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും ഈ വെളിച്ചം അഷ്റഫുൽ ഖൽഖ് തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗം അതിങ്ങനെ നാവിലൂടെ ഉരുവിടാനുള്ള വഴികൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. ഈ പ്രസ്ഥാനം ചെയ്തു കൊടുക്കുമ്പോൾ ആ മക്കളെ നാം സ്നേഹിക്കണം, അവരെ നമ്മൾ സഹായിക്കണം, നമ്മുടെ കുട്ടികൾ അതിലൂടെ വളർത്താൻ പരിശ്രമിക്കണം. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ, കൺകുളിർമ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. മക്കളെ കൊണ്ട് ദുനിയാവ് ഞങ്ങളെ ഫളീഹത്തിലാക്കരുതേ അല്ലാ. ഞങ്ങളുടെ കുട്ടികൾക്ക് ഹൈറായ വഴികൾ നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ. SSFന്റെ മക്കൾ സാഹിത്യോത്സവം നടത്തുമ്പോൾ ഈ മജ്ലിസിനെ സഹായിക്കുന്ന, ഭക്ഷണം കൊടുത്തും പലതിനക്കും സഹായിക്കുന്നവർ, അവരെ നീ സഹായിക്കണേ അല്ലാ. അൽഹംദുലില്ലാ, നൗഫൽ എന്നൊരു പ്രവർത്തകൻ, ഒരു സാധാ പ്രവർത്തകൻ, ഒരു പ്രവാസിയാണ്. ഈ നിത്യജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുന്നൊരു പാവാണ്. ആ സഹോദരൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ വരുന്ന മുഴുവൻ കുട്ടികൾക്ക് അല്ലേ ആ മക്കളെ ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഉമ്മ നഫീസ് അല്ലേ,
അള്ളാഹു ആ ഉമ്മയുടെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. നൗഫൽ എന്ന സഹോദരൻ ഉമ്മാന്റെ ഖബർ പ്രകാശിക്കാൻ നിയ്യത്ത് വെച്ച് ഉച്ചഭക്ഷണം ഈ വരുന്ന മുഴുവൻ മക്കൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട്. അള്ളാഹു ആ കുട്ടിയുടെ പ്രവാസ ജീവിതം, ആ അനുജന്റെ പ്രവാസ ജീവിതം ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ തങ്ങളുസ്താക്ക് കല്ലറക്കൽ തങ്ങളാപ്പയോട് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ 50,000 രൂപ നവാസ് ഭായ് എന്ന സഹോദരൻ കല്ലൂര് നെല്ലൂര് എൻ്റെ മുമ്പെന്നാണ് പറയുന്നത് തങ്ങളാപ്പയോട്. അപ്പോൾ തങ്ങളാപ്പനോട് പറഞ്ഞു, പ്രത്യേക ഉപ്പാപ്പ വരുമ്പോൾ ഉപ്പാപ്പ വന്നിട്ട് പറയാനേ. അപ്പോൾ ഉപ്പാപ്പ ദുആ ചെയ്യും. 50,000 രൂപ ഒന്നും ഉണ്ടായിട്ടല്ല, അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ്. ഇന്നെന്തൊരു പൈസ എന്തിനുമാണ്? അൽഹംദുലില്ലാ വലിയ 10-20 ലക്ഷത്തോളം രൂപ ഇതിന് ചെലവ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഇവിടെ ജില്ലയിൽ ഇങ്ങനെ ഡിവിഷനിൽ നടന്നു, സെക്ടറിൽ നടന്നു, യൂണിറ്റിൽ നടന്നു, എന്നിട്ടാണ് ഇപ്പോൾ ജില്ല. ഈ ഒരു ജില്ല സാഹിത്യോത്സവം 20 ലക്ഷത്തോളം രൂപയാകാണ്. ഞങ്ങളൊക്കെ ഇത് നടത്തുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്, ഞങ്ങൾക്കിത് അറിയാം. അപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ചും കൂടെ കിട്ടിയാൽ കുഴപ്പമില്ലാതെ ബെക്ക് പിന്നെ അങ്ങനെയാണ്, അതൊരു തീയാണ്. അങ്ങനെയുള്ളത് കഴിയോളം ഇങ്ങനെ സംഘാടകർക്ക് അങ്ങനെയാണ്. അള്ളാഹു സംഘാടകർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അതങ്ങനെ തന്നെ വേണ്ട. ഒന്നും കണ്ടിട്ടല്ല ഈ പ്രവർത്തകർ ഇറങ്ങാൻ, പക്ഷെ എല്ലാം റാഹത്താവും ചെയ്യും. അൽഹംദുലില്ലാ. അപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം സഹായിച്ചിട്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനാഗ്രഹം. അപ്പോൾ ഇവർ പറയാം, ഉപ്പാപ്പടെ ഒന്നുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടില്ല കേട്ടോ, എന്നോട് ഒന്ന് പിരിക്കട്ടാണ് പറഞ്ഞു. പടച്ചവനെ ദീനിന് വേണ്ടി SSFൻ്റെ ഈ വിഷയത്തിനൊക്കെ ഒന്ന് കൈനീട്ടി എത്ര വലിയ ബർക്കത്താന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അൽഹംദുലില്ലാ അത് വേണ്ടി ആ വിഷയത്തിൽ വല്ല മഹബത്തുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങൊന്നുമല്ല, എന്നാലും ഉപ്പാപ്പാൻ്റെ നിങ്ങൾ കയ്യിലുണ്ടോ, ഒരു 500 രൂപ ഉണ്ടോ നോക്കി, അല്ല ഒരു 100 രൂപ കയ്യിലുണ്ട്. എല്ലാവരും മെല്ലെ എഴുന്നേറ്റ് വരും. ഇൻഷാ അല്ലാഹ് ഉപ്പാപ്പാനൊന്ന് എഴുത്തിയിട്ട് നല്ല ദ്വാരം നേരം. അൽഹംദുലില്ലാ ആരോടൊന്നും കാര്യമായിട്ടൊന്നും ചോദിക്കില്ല, നിങ്ങളൊക്കെ നല്ല സഹായിച്ചിട്ടുണ്ട്. അല്ല നിങ്ങളെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊടുക്കുന്ന 10-20 ലക്ഷം രൂപയുടെ വേണം. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് ചെറുപ്പിച്ച് ഉള്ളത് കൊടുക്കുക. ഞാൻ 1000-500 പറയാണ്, പക്ഷെ നിങ്ങൾക്ക് ഫലം ചെയ്യും. നല്ലോണം ദ്വാരം നേരം. ഇത്രയും 10-20 ലക്ഷം മുടക്കിയിട്ട് ഈ പൊന്നു മക്കള് സംഘടിപ്പിച്ച് ഈ മജ്‌ലിസ്, അതിന് വേണ്ടി 50,000 ഏറ്റെടുത്ത് ഒരു നേരത്തെ ഭക്ഷണം ഫുള്ള്, അതുപോലെ പല നിലക്ക് സഹായിച്ചവരുണ്ട്. അള്ളാഹ് 300 കുട്ടികൾക്ക് ഭക്ഷണം ഞാൻ കൊടുക്കാതൊക്കെ പറഞ്ഞവരുണ്ട്. അള്ളാഹുവിനൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. മെല്ലെ എഴുന്നേറ്റ് വരും ഇൻഷാ അല്ലാഹ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ മാ എല്ലാവരും വരും, എല്ലാവരും വരും. പാപ്പാനോട് എത്തിയിട്ട് ഒരു ഉണ്ടെങ്കിൽ നല്ല സഹായം, ബുദ്ധിമുട്ടിക്കല്ല കേട്ടോ. ഉസ്താദന്മാരുണ്ട് പറയുന്നത് ബുദ്ധിമുട്ടിക്കണ്ട, ഉണ്ടോ ഒരു നല്ല സഹായം. SSFൻ്റെ മക്കള് സംഘടിപ്പിച്ചതല്ലേ, അൽഹംദുലില്ലാ ഈ മക്കൾ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ 10-500 രൂപ. നമ്മുടെ ഷാഫിസ്ഥാൻ്റെ ജ്യേഷ്ഠനൊക്കെ അതാകണം, നല്ല പൈസ കൊടുക്കും. നിങ്ങളുടെ കയ്യിലൊക്കെ നല്ല പൈസ ഉണ്ട്, എല്ലാവരും കൊടുക്കുന്നില്ല, നല്ലൊരു പൈസ കൊടുക്കും. ഉപ്പാപ്പൻ്റെ കയ്യിൽ കൊടുക്കും. അള്ളാഹു ശൈഖുനാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാവരും അൽഹംദുലില്ലാ നിങ്ങൾ ഒരു എന്തെങ്കിലും എന്ന നിലക്കല്ല, ഉണ്ടെങ്കിൽ നല്ല സഹായം ചെയ്യും. അള്ളാഹ് നിങ്ങളെ കൊടുക്കൂല. ഒരു 500, 1000, 100, 50 ഉള്ളത് നല്ല നിലക്ക് സന്തോഷത്തോടെ കൊടുക്കും. അൽഹംദുലില്ലാ SSFൻ്റെ മക്കൾക്ക് വേണ്ടി ഉപ്പാപ്പയെ ഇരുത്തി കൂടെ ചോദിക്കുക. അത് സന്തോഷത്തിനാണ്. അത്യാവശ്യം നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് ഉസ്താദുമാരെന്നോട് പറഞ്ഞു. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ മഖാസിദനാ വഗ്ഫിർ ലനാ മമളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസാ. എന്താ ബട يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم مولاي
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم يا نفسي لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم وإذا لصحبي صلاة منك دائمتي على النبي بمنهل ومساجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مرنهت عذابات الباني ريح صبا وأطرب العيسى هاد العيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد زبير طلحة وأبي عبيدة وابن عوف عشير الكرم يا ربي
بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അഭിവന്ദ്യരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ അവർകൾ നമുക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. നമ്മുടെ സാഹിത്യോത്സവ് പ്രഖ്യാപിച്ചതു മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ പാനൂരിലെയും പരിസരങ്ങളിലെയും നമ്മുടെ പ്രാസ്ഥാനിക സഹകാരികൾ ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് 900 രൂപ എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ 500ഓളം ആളുകൾ 25, 10, 15, 3, 2, 1 എന്നിങ്ങനെ കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ നമ്മെ സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾ ദുആ ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ വീടുകളിൽ ഉമ്മമാരോട് നാളെ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകണം എന്ന് അറിയിച്ചപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ സമീപിച്ച് കണ്ടെയ്നർ അവരുടെ വീടുകളിലെത്തിക്കുമ്പോൾ ഉമ്മമാർ ഉണ്ടാക്കിയ ഭക്ഷണം നാളെ ഇവിടെ വരുന്ന മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ആ ഉമ്മമാർക്കെല്ലാം വേണ്ടി ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുന്നതാണ്. അതുപോലെ നേരത്തെ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ച നൗഫൽ, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ നൗഫൽ അടക്കമുള്ള നമ്മുടെ പ്രവർത്തകന്മാർ പലരും ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. നമ്മുടെ SYSൻ്റെ സോൺ ജനറൽ സെക്രട്ടറി മുനീർ മാഷിൻ്റെ പെങ്ങളുടെ മകൻ ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് ആക്സിഡൻ്റായി കുറച്ച് സീരിയസ് ആയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വിളിച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലർക്കും വേണ്ടി ഇവിടെ ദുആ ചെയ്യുകയാണ്. നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മുടെ സാഹിത്യോത്സവിൻ്റെ ഗ്രൂപ്പിൽ തന്നെ അറിയിച്ചതു പ്രകാരം 6 ലക്ഷത്തിലധികം തഹ്ലീൽ നമ്മുടെ പ്രവർത്തകന്മാർ ഏറ്റെടുത്ത് ഇപ്പോഴും അതിങ്ങനെ എണ്ണം അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് തഹ്ലീൽ ചൊല്ലി ആ മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയാണ്. അതിനുവേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. ഇലാ ഹദ്റത്തിൻ നബി സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أوصل اللهم ثواب ما قرأناه من القرآن العظيم وما صلينا على النبي صلى الله عليه وسلم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا وشفيعنا ومنجينا وهادينا محمد صلى الله عليه وسلم وإلى أرواح سائر الأنبياء والمرسلين وإلى أرواح أصحاب البدريين واللحديين والحنينيين والخندقيين وسائر الصحابة والقرابة كلهم أجمعين وإلى أرواح سائر أولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا رضوان الله تعالى عن كل واحد منهم أجمعين. وإلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقاربنا. اللهم اجعل ثواب ذلك فداء لنا ولهم من النار. اللهم اجعل ثواب ذلك فكاكا لنا ولهم من النار. اللهم اجعل ثواب ذلك مونسا لنا ولهم في قبورنا وقبورهم إلى يوم القيامة. اللهم يا رب ارحم غربتهم وآمن روعتهم ونفس كربتهم وارفع درجتهم وكلنا ولهم وليا وبنا وبهم حفيا. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. اللهم إنا نسألك من العصمة دوامها ومن النعمة تمامها ومن العافية حصولها ومن الرحمة شمولها ومن العيش أرغدا ومن الرزق أوسعا ومن اللطف أنفعا ومن الإنعام أعما ومن الإحسان أتما. اللهم كن لنا يا جبار ولا تكن علينا. اللهم ختم بالسعادة آجالنا وحقق بالزيادة آمالنا وقرم بالعافية غدونا وآصالنا. اجعل إلى معرفتك ورحمتك مصيرنا ومآلنا وسبب سجال عفوك على ذنوبنا ومن علينا بإصلاح عيوبنا. اجعل التقوى زادنا. اللهم اجعل التقوى زادنا وفي دينك اجتهادنا
وإن عليك توكلنا واعتمادنا. ثبتنا على نهج الاستقامة وأعذنا من موجبات الندامة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ولا تسلط علينا بذنوبنا من لا يرحمنا. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك طويلا. اللهم انتصرنا انتصار أوليائك على أعدائك يا رب العالمين. اللهم إنك تعلم حوائجنا وحوائج من أوصانا بالدعاء فاقضها يا قاضي الحاجات. وإنك تعلم أمراضنا وأمراض مرضانا واشفها يا شافي الأمراض. ربنا تقبل منا دعاءنا ولا تردنا خائبين ببركات هؤلاء الشرفاء المذكورين وبمحض فضلك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹിത്യോത്സവിൻ്റെ പരിപാടികൾ നാളെ രാവിലെ 8 മണി മുതൽ പ്രധാന വേദിയിൽ പരിപാടികൾ ആരംഭിക്കുകയാണ്. നാളെ രാവിലെ മുതൽ ഞായറാഴ്ച വൈകുന്നേരം വരെ വിദ്യാർത്ഥികളുടെ പരിപാടികൾ ഇവിടെ 5 പ്രധാനപ്പെട്ട വേദികളിലും അതുപോലെ നിരവധി സ്റ്റേജ് ഇതര മത്സരങ്ങളുമൊക്കെ ഇവിടെ നടക്കുകയാണ്. അതിലെല്ലാം ശ്രോതാക്കളായി നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ വളണ്ടിയർമാരും നമ്മുടെ വേദിയുടെ അരികിലേക്ക്